മരണാനന്തര ലോകം എന്നൊരു സാധനമുണ്ട്. ഈ മനസ്സ് എന്ന് പറയുന്നത് ബ്രെയിനകത്തിരിക്കുന്നു എന്നുള്ള ധാരണയാണ് ഏറ്റവും വലിയ തെറ്റ്. അഘോരി, ദ സീക്രട്ട് ഓഫ് ടൈം ആൻഡ് ക്രൈം. അകലെ താഴെ ഹിമാലയ മലഞ്ചെരുവിലെ പാതയോരത്ത് ത്രയംബക മഹാരാജ് ബാബ മറ്റു 2 പേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാൽ മൃതശരീരത്തിലില്ല. ബാബ മറ്റേ കാലിലെ മാംസം വലിയൊരു കത്തി കൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു. അഘോരം, അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതെ, അതിനിഗൂഢമായ എന്തോ ഒന്ന്. അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. മനസ്സെന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറലായിട്ട് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഒറ്റ മനസ്സ് അങ്ങനെയല്ല. നമ്മൾ ഈ പഞ്ചകോശത്തെക്കുറിച്ച് പറയുമല്ലോ, അന്നമയം മനമയം പ്രാണമയം ജ്ഞാനമായിട്ട്. അതിൽ മൈൻഡിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു ഒറ്റ മനസ്സെന്നുള്ളതല്ലാതെ അതിൽ പല സ്ട്രക്ചർ ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ മനസ്സിനെ കുറിച്ച് ഏറ്റവും കൂടുതലും പഠിച്ചത് ഭാരതത്തിലാണെന്ന് പറഞ്ഞു അല്ലേ? ലോകത്ത് വേറെ മൈൻഡിനെ കുറിച്ച് ഇത്ര ആഴത്തിൽ പഠിച്ചിട്ടില്ല. ഈ മനസ്സിൻ്റെ ഒരു ആളുടെ മനസ്സിനെ കുറിച്ച് പഠിക്കാൻ ഏറ്റവും കൂടുതൽ പറ്റുന്നത് അയാൾക്കാണ്, മറ്റൊരാൾക്കല്ല. നമ്മുടെ മനസ്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടെന്നും അത് നമ്മളെന്ന് പറയുന്നത് എന്താണെന്നും പഠിക്കുമ്പോഴേ നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളെക്കുറിച്ച് എത്ര നമ്മൾ പഠിക്കുന്നു, നമ്മുടെ മനസ്സിനെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് എത്ര കണ്ട് പഠിക്കുന്നു, അത്രയും ഒരാൾക്ക് അതിലുള്ള കൺട്രോളും കിട്ടിത്തുടങ്ങും. ഈ മനസ്സിൻ്റെ പല അവസ്ഥകളാണ് ശരിക്കും ഉള്ളത്. ഒരു അവസ്ഥ പോലെ നിൽക്കും പോലെയല്ല മറ്റൊരവസ്ഥ. നല്ല ബോധമുള്ള അവസ്ഥയുണ്ടാവും ചിലപ്പോൾ. നമുക്ക് വളരെ ശ്രദ്ധയോടും ബോധത്തോടു കൂടി അറിവോടും കൂടി നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന ഒരു ബോധ നിലവാരത്തിലുള്ള ഒരവസ്ഥ മനസ്സിലുണ്ട്. അതേ നമ്മൾ തന്നെ ചിലപ്പോൾ ഒട്ടും ബോധമില്ലാതെ എന്തു പറയില്ലെന്ന് വിചാരിച്ചോ അത് തന്നെ പറഞ്ഞു പോകും, എന്ത് ചെയ്യില്ലെന്ന് വിചാരിച്ചോ അത് തന്നെ ചെയ്തു പോകും. കൺട്രോൾ ഇല്ലാതെ ഇന്നവർ വരുമ്പം കുറച്ച് നാളായിട്ട് എനിക്ക് അവരോട് ദേഷ്യമുണ്ട്. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകും. ഞാൻ വളരെ ശ്രദ്ധിച്ചിരിക്കണം. അവരോട് ഞാൻ ഇപ്രാവശ്യമെങ്കിലും വളരെ മാന്യമായി പെരുമാറും. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ബഹളം ഉണ്ടാക്കി കഴിഞ്ഞേ ഉള്ളൂ. അതവർ ക്ഷമിച്ചു, ഇനി അവർ ക്ഷമിക്കത്തില്ല. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഇല്ല, അപ്പം ഞാനും വളരെ ശ്രദ്ധിക്കണം. പോട്ടെ, തെറ്റുകളില്ലാത്തവരാരാ എന്നൊക്കെ പറഞ്ഞ് വളരെ നല്ല ഇരിക്കും. ഈ ആള് വന്ന് എന്തെങ്കിലും വരുമ്പോൾ തന്നെ കൺട്രോൾ പോകും. അവരിങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ കൺട്രോൾ പോകും. പലപ്പോഴും ഇത് നമ്മുടെ വേണ്ടപ്പെട്ടവരായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അടുത്ത് സഹകരിക്കുന്നവരായിരിക്കും. ഒളിച്ചോടാൻ പറ്റുമോ? അപ്പം നമ്മൾ പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് അറിയാതെ എന്തെങ്കിലും ഒരു ഓപ്പോസിറ്റ് ഒരു പ്രവർത്തനം കൂടെ വന്നാൽ ചിലപ്പം തല തല്ലി പൊളിച്ചിട്ടായിരിക്കും നമ്മൾ അത് കഴിഞ്ഞിട്ട് അണച്ചവിടെ ഇരിക്കും, അടിയെല്ലാം കൊടുത്തിട്ട്. ഇതൊരു 100ാമത്തെ തവണയായി. അവർക്കും നമുക്കും അവരും പഠിക്കുന്നില്ല, നമ്മളും പഠിക്കുന്നില്ല. തീരുമാനങ്ങൾ ഒരുപാട് നമ്മൾ എടുക്കാറുണ്ട്, ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. തീരുമാനം എടുക്കുന്ന ദിവസം എല്ലാവരും എന്നാ? അടുത്ത ദിവസം. അല്ല, തീരുമാനം എടുക്കുന്ന ദിവസം പൊതുവെ അത് ശരിയാണ്. ഇപ്പൊ വരുന്നുണ്ട് ഡിസംബർ 31. ഇനി മദ്യമേ ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയാണ്, ഇനി മുതൽ മദ്യം കുടിക്കത്തില്ല. എല്ലാരും ഇങ്ങനെ
എല്ലാരും ഇങ്ങനെ നമ്മളെല്ലാം പിറ്റേ ദിവസം ഞാൻ പറയും ഒന്നെങ്കിൽ 6 മണിക്ക് എഴുന്നേക്കണം. ഞാൻ 6 മണിക്ക് ഇരിക്കും. പക്ഷേ എഴുന്നേക്കുന്നത് 6:30 കഴിയുമ്പോഴാണ്. അതിങ്ങനെ ആ സമയമാകുമ്പോൾ അതായത് മദ്യമേ ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, ഇനി മുതൽ എനിക്ക് ജീവിതത്തിൽ മദ്യമില്ല. പിറ്റേന്ന് പുച്ഛത്തോടെ മദ്യത്തെ നോക്കും. ഞാൻ എന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞു. എന്നോടാണോ നിന്റെ കളി, എന്നെ നിനക്ക് ശരിക്കും അറിയത്തില്ല എന്നൊക്കെ പറയും. ഉച്ച കഴിഞ്ഞു, അത് അവിടെ ഇരിക്കുന്നു. അതൊക്കെ ഞാനത് കളയാൻ പോവാം പറഞ്ഞത് വാഷ് ബേസിനകത്ത് കളയും. വില കൂടിയ സാധനം കൊടുത്ത് വാങ്ങിച്ച് ഒരു സാധനം വെറുതെ കളയാൻ പാടില്ല. പൈസയ്ക്കൊരു മൂല്യം ഉണ്ടല്ലോ. പതുക്കെ ന്യായീകരണങ്ങൾ മാറി തുടങ്ങും. ഒരു ശകലം ഇത് കളയാം, ഒരു ശകലം അവസാനമായിട്ട് ഒരു പേക്കോട് എടുത്തിട്ട് കളയാം. ഒരു വാക്ക് ഒഴിച്ച് കളയും. ആ ഒരു പെഗ് കളഞ്ഞു, വാക്ക് വലിച്ചു. പക്ഷെ ഈ ഒരു പെഗ്, അത് ലാസ്റ്റ് പെഗ്ഗാണ്. ഈ ലാസ്റ്റ് പെഗ് എടുക്കുമ്പോൾ അതോടുകൂടി പിന്നെ ഒരു ആറാട്ടാണ് പിന്നെ ജീവിതം. ഇതാണ് മനുഷ്യൻ. അപ്പം മനസ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നുള്ളതാണ് ചോദ്യം. ഏറ്റവും കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അവയവമാണ് മൈൻഡ്. അപ്പൊ ഈ മൈൻഡിനെ എങ്ങനെ കൺട്രോൾ ചെയ്യും? മൈൻഡിനെ മൈൻഡായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. മൈൻഡ് നമ്മുടെ കയ്യിലല്ല, കൺട്രോളിലല്ല എന്നുള്ള ഒരു ബോധം ഒരു മനുഷ്യനുണ്ടെങ്കിൽ മാത്രമേ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു തിരിച്ചറിവ്. എന്റെ മൈൻഡ് എന്റെ കയ്യിലാ പറയരുത്, ഒരിക്കലുമല്ല. അല്ല, മൈൻഡ് നമ്മുടെ കൺട്രോളല്ല. അപ്പൊ മൈൻഡിനെ കീഴടക്കാൻ എന്ത് ചെയ്യണം? എങ്ങനെ മൈൻഡിനെ കീഴടക്കും? നമ്മുടെ കൺട്രോളല്ല. പറയട്ടെ മൈൻഡിനെ താഴോട്ട് നമ്മുടെ ബോഡി പറയുന്നത് അനുസരിച്ച് പോകണം. ചേച്ചി പറഞ്ഞ പോലെ എങ്ങനെ? നമ്മുടെ മൈൻഡ് എന്ത് പറഞ്ഞാലും അത് ചെയ്യാണ്ട് നമ്മള് മനസ്സിന് അപ്പുറം മനസ്സിൽ തോന്നാത്ത കാര്യം നമ്മുടെ ബോഡി എന്ത് പറയണം അത് ചെയ്യാം. മൈൻഡ് പറയാണ്ട് ചെയ്യാണ്ട് ബോഡി എന്ത് പറയണം, ബോഡിനെ ഫസ്റ്റ് നിർത്തുക, അതിന്റെ മൈൻഡിനെ നിർത്തുക. അത് ശരിയാ. പക്ഷെ അത് ചെയ്യണമെങ്കിൽ ഊർജ്ജം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് ചെയ്യാൻ പോലും ഊർജ്ജം ഇല്ല, എന്ത് ചെയ്യും? എന്ത് ചിന്തിക്കണ്ട എന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്ന് തുടങ്ങിയോ അത് തന്നെ മൈൻഡിൽ മാത്രമേ വരുള്ളൂ. അപ്പൊ മൈൻഡ് എന്ത് ചെയ്യും? മൈൻഡിനെ ഇങ്ങനെ കീഴടക്കും. അതാണ് ചോദ്യം. മൈൻഡിനെ എങ്ങനെ കീഴടക്കും? നമ്മുടെ കൺട്രോളിലല്ല മൈൻഡ്. പിന്നെ എങ്ങനെ അതിനെ കീഴടക്കും? മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെ? ഒരുപാട് ബുക്സൊക്കെ കിട്ടും നിങ്ങൾക്ക്, ഒരുപാട് വീഡിയോസ് കിട്ടും. പക്ഷെ ഫലത്തിൽ ഇതൊന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല എന്നുള്ളതാണ്. അതെല്ലാം ചോദ്യം നിൽക്കുന്നു. ഇപ്പം ബി പോസിറ്റീവായിട്ട് ചിന്തിക്കണം, അങ്ങനെ എനിക്ക് ഇത് പറ്റാഞ്ഞിട്ടല്ലേ പ്രശ്നമാണ്. അപ്പൊ അതെന്ത് ചെയ്യും? പോസിറ്റീവായിട്ട് ചിന്തിച്ച് വന്ന് 2 സെക്കൻഡിന് പൊട്ടനെ നെഗറ്റീവായിട്ട് മാറും. മനസ്സിന്റെ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നമുക്ക് ആഗ്രഹമുള്ളതാണ്, നമ്മൾ ഉപബോധ മനസ്സിൽ നമുക്ക് ആഗ്രഹമുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ അഡിക്ഷൻസ് എങ്ങനെ വരും? ഒരു മെമ്പർ ഉണ്ടായിരുന്നു ഇവിടെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളി മദ്യപാനിയാണ്. അപ്പം അങ്ങനെ നിന്നപ്പോഴത്തേക്കും പുള്ളി ആൾക്കാരിങ്ങനെ നിൽക്കുമ്പോൾ, കൂട്ടുകാരൊക്കെ നിൽക്കുമ്പം പുള്ളി ഇങ്ങനെ പഴിയുണ്ട്. അപ്പോൾ പുള്ളി ആ പഴി ഒഴിവാക്കുക. പുള്ളി എന്ത് വരും? ദൂരെ നിന്ന് പുള്ളിക്ക് ആഗ്രഹമുണ്ട് കുടിക്കണ്ടെന്നൊക്കെ, പക്ഷെ പറ്റത്തില്ല, ഭയങ്കര കുടിയാണ്. ദൂരെ നിന്ന് കൂട്ടുകാരൻ ദൂരെ നിന്ന് വരുമ്പോഴത്തേക്ക് കാത്ത് നിൽക്കും, ഒളിച്ച് നിൽക്കും. ഒരു കൂട്ടുകാരൻ്റെ പുറകിൽ എല്ലാവരും വരില്ല, അവൻ കണ്ടാൽ എന്നെ കുടിക്കാൻ വിളിച്ചോണ്ട് പോകും. നീ ഇങ്ങോട്ട് മറിഞ്ഞു നിന്നേ, ഒട്ടും കാണരുതെന്നേ. ശരി. അപ്പം അങ്ങനെ അയാളിൽ നിന്ന് രക്ഷപ്പെട്ട് ഇദ്ദേഹം മറിഞ്ഞു നിൽക്കും. ഈ കൂട്ടുകാരൻ ഇങ്ങനെ ഇവരെ പാസ് ചെയ്തു പോകും, കണ്ടില്ല. അപ്പം ഈ മറിച്ച് നിന്നോന് സന്തോഷം, കാരണം കണ്ടില്ലല്ലോ. ഈ പുള്ളിക്ക് സന്തോഷം, കണ്ടില്ലല്ലോ. അടുത്ത നിമിഷം പുള്ളി അങ്ങോട്ട് പാസ് ചെയ്ത് കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ പുള്ളി ഇവിടുന്ന് ഇതാണ് മനുഷ്യൻ. അതല്ല പുള്ളിക്ക് വേണത്. സത്യം ഇത് എല്ലാം
എല്ലാ കാര്യങ്ങളും ഇങ്ങനെ. അപ്പം എന്ത് ചെയ്യണം? മനസ്സിനെ ആദ്യം വരേണ്ടത്, ഒന്നാമതൊരാൾക്ക് വരേണ്ടത് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നാണ്. അറിവ് ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടാകുന്നത് ഇത് എനിക്ക് ബെറ്റർ ആകണം എന്നുള്ള ആഗ്രഹമാണ് ഒരാൾക്ക് ഉണ്ടാകുന്നത്. ഈ ആഗ്രഹം ഉണ്ടാവേണ്ട കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പം എൻ്റെ മനസ്സിന് ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും ഈ ആഗ്രഹത്തെ പരിപോഷിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. അവിടാണ് വിഷയം. ഈ ആഗ്രഹത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ഒരാഗ്രഹം ഉണ്ടാവണമല്ലോ. അപ്പം അതിനും ഒരാഗ്രഹം വേണം. ഈ ആഗ്രഹം എവിടെ നിന്ന് ഉണ്ടാവണം എന്നുള്ള ചോദ്യം. ഇവിടെ നിന്നാണ് ഈ ആഗ്രഹം ഉണ്ടാവുന്നത്. എനിക്ക് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതെല്ലാം പറ്റും. ഈ ആഗ്രഹം ഉണ്ടാവുന്ന ഇവിടുന്നാ. മനസ്സ് നല്ല ആഗ്രഹമുള്ളൊരു മനസ്സുണ്ടാവാൻ എന്ത് ചെയ്യണം? അതെങ്ങനെ ഉണ്ട്? അതിനെന്ത് ചെയ്യണം? ആഗ്രഹം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം അല്ലേ? ആഗ്രഹം വേണമെങ്കിൽ എന്ത് ചെയ്യണം? അതല്ലേ ഏറ്റവും കീക്കോർ ക്വസ്റ്റ്യൻ. സാറേ എനിക്ക് ആഗ്രഹമുണ്ട് സാറേ. ഉണ്ട്, പക്ഷെ എൻ്റെ പ്രശ്നം പരിഹരിക്കത്തക്ക ഒരാഗ്രഹം എനിക്കില്ല. അതാണ് എൻ്റെ പ്രശ്നം. ശരിയല്ലേ? ഒളിമ്പിക്സിൽ സ്വർണം വാങ്ങിക്കണം എന്ന് എല്ലാവർക്കും ഉണ്ട്. ചുമ്മാ കിട്ടിയാൽ കൊള്ളാം. പക്ഷെ അതിനുവേണ്ടി പരിശ്രമിക്കാനുള്ള ആഗ്രഹം ആ ഒളിമ്പിക്സിൽ സ്വർണം കിട്ടിയാൽ അത്രയും നമുക്കില്ല. നമുക്ക് അത്രയും ആഗ്രഹമില്ല. ഈ ആഗ്രഹം ഉണ്ടാവാൻ എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. ആ, അത് ശരിയാണ്. പക്ഷെ ആ സ്നേഹം വരണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ആളിനൊന്നുമില്ല. ഇപ്പൊ ഡിപ്രഷൻ അടിച്ച ആളിനോടൊന്നും വർത്താനം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അയാളിങ്ങനെ ഇരിക്കുവാണ്. അയാൾക്ക് ആഗ്രഹം വേണം, ആഗ്രഹം വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? ആഗ്രഹം ഉണ്ട്, അയാളുടെ ഡിപ്രഷൻ മാറ്റും. ആഗ്രഹം വേണം, എന്ത് ചെയ്യണം? ഇതല്ലേ മെയിൻ ക്വസ്റ്റ്യൻ. നമുക്ക് ആഗ്രഹം, എനിക്ക് ആഗ്രഹം പോലും ഇല്ല രക്ഷപ്പെടണമെന്ന്. എനിക്കിതൊക്കെ ഇങ്ങനെ പോയാൽ മതി, ചത്തുപോയാലും കുഴപ്പമില്ല, സന്തോഷം എന്ന് പറഞ്ഞിരിക്കുക. ബാക്കിയുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ട്. വീട്ടുകാർക്ക് ഇയാൾക്ക് ചത്താലും സന്തോഷം എന്ന് പറഞ്ഞിരിക്കുക അല്ലേ? അപ്പൊ ഇയാൾക്ക് ഇത് മാറണം, ആഗ്രഹിക്കണം, എന്ത് ചെയ്യും? ആഗ്രഹം മാറണം, എന്ത് ചെയ്യണം? അതല്ലേ മെയിൻ ക്വസ്റ്റ്യൻ ആണോ? മെയിൻ പ്രശ്നം അവിടെ കിടക്കുന്നത്. ഈ പ്രശ്നമുള്ള ആളുകൾക്കൊന്നും അവരുടെ പ്രശ്നം മാറണമെന്നില്ല. പ്രശ്നം മാറണമെന്ന് ആഗ്രഹമുണ്ട്, അവർ പ്രശ്നം മാറ്റാനുള്ള വഴി നോക്കും, അവർ മാറ്റും. അപ്പൊ എനിക്കൊരു പ്രശ്നം മാറണം, എൻ്റെ ഒരു പ്രശ്നം മാറണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതല്ലേ ആദ്യത്തെ ക്വസ്റ്റ്യൻ. നമുക്കൊരു ചെറിയ ആഗ്രഹം അവിടെ ഉണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇത് നന്നാവണ്ടെന്നുള്ളതാ. അപ്പൊ ഈ ചെറിയ ആഗ്രഹം അവിടെ ഉള്ളതിനെ എങ്ങനെ വലുതാക്കും? അതിനുള്ള ആഗ്രഹം പോലും ഇല്ല. ആഗ്രഹമില്ല. നമ്മൾ ചോദ്യം അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. മെയിൻ പ്രശ്നം ഇതാണ്. എനിക്ക് അതിനുള്ള ആഗ്രഹമില്ല, അതിനുള്ള ഡ്രൈവ് ഇല്ല. ഡ്രൈവ് ഇല്ലാതെ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? ഇച്ഛാശക്തി എങ്ങനെ ജ്ഞാനശക്തിയായിട്ടും ക്രിയാശക്തിയായിട്ടും ഡെവലപ്പ് ചെയ്യും? അറിവിൻ്റെ എനർജിയായിട്ടും വർക്കിംഗ് ഫോഴ്സായിട്ടും അത് മാറുന്നത് എങ്ങനെയാണ്? വിൽ പവർ അല്ലെങ്കിൽ ഡിസയർ, അല്ലെങ്കിൽ ഡിസയറിനെ പരിപോഷിപ്പിക്കണം. അതിന് എന്ത് ചെയ്യണം? വാസനകളെ, ആഗ്രഹങ്ങളെ ഡെവലപ്പ് ചെയ്യണം. അതിന് എന്ത് ചെയ്യണം? അതാണ് ചോദ്യം. എങ്ങനെയാണ് ഒരാളുടെ ആഗ്രഹത്തെ ഡെവലപ്പ് ചെയ്യുന്നത്? ഒരു കുട്ടിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവൻ നന്നാവാൻ പറ്റും. ആഗ്രഹം ഇല്ലെങ്കിൽ മോശമായിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അവൻ്റെ ആഗ്രഹം ഉണ്ട്, അവൻ മോശം എന്ന് പറഞ്ഞാൽ കഞ്ചാവ് അടിക്കുന്നില്ലാന്നുള്ളേ ഉള്ളൂ. ആഗ്രഹമുണ്ട്, അതിലാന്നുള്ളേ ഉള്ളൂ. അവനെ എങ്ങനെ നേരെയാക്കും? അവനെങ്ങനെ നല്ല കാര്യങ്ങൾ ആഗ്രഹം ഉണ്ടാക്കും? ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ ആർക്കിടെക്ട്സുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല ആർക്കിടെക്ട്സ് അവന് വേണം. നല്ല ആർക്കിടെക്ട്സ് എങ്ങനെ കിട്ടും? ഇപ്പം രാമേശ്വരത്ത് വള്ളം തെളിഞ്ഞുകൊണ്ടിരുന്ന ആളിൻ്റെ മകൻ എങ്ങനെ ഇന്ത്യയുടെ പ്രസിഡന്റായി അബ്ദുൽ കലാമായി മാറി? ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് എല്ലാവർക്കും ആഗ്രഹമില്ലേ? അതിനെ പരിപോഷിപ്പിക്കാൻ പറ്റുന്ന ആർക്കിടെക്ട്സ് പുള്ളിക്ക് എങ്ങനെയോ കിട്ടി, റോൾ മോഡൽസിനെ കിട്ടി. വിഗ്രഹമില്ലാതെ ആരും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. മനസ്സിൽ വിഗ്രഹങ്ങളില്ലാതെ ആരും വിജയിക്കത്തില്ല, വിഗ്രഹാരാധന ഇല്ലാതെ. ആ വിഗ്രഹാരാധന കല്ലെന്നുള്ളതല്ല, ആ വിഗ്രഹം, ആ വിശേഷേണ ഗ്രാഹിതേതി വിഗ്രഹ, വിശേഷിച്ച് ഗ്രഹിക്കാനുള്ളതാണ് വിഗ്രഹം. തന്ത്രശാസ്ത്രത്തിൽ പറയുന്നത് വിശേഷിച്ച് ഗ്രഹിക്കാനുള്ള, ഒരു കല്ലിനെ കല്ലായിട്ടല്ല നമ്മൾ കാണുന്നത്, അതിലേക്ക് ദൈവചൈതന്യത്തെ വിശേഷിച്ച് ഗ്രഹിക്കുക, സങ്കല്പിച്ച് ഇത് ചെയ്യുക. അപ്പോൾ ഒരു ക്യാരക്ടർ അവിടെ ഉണ്ടാകുന്നുണ്ട്.
ദേവി, ഭദ്രകാളി, ശിവൻ എന്നൊക്കെ പറയുന്നു. എന്ന് പറഞ്ഞ കൂട്ടുള്ള വിഗ്രഹങ്ങളില്ലാതെ ആരും ഡെവലപ്പ് ചെയ്തില്ല. സതീഷ് ധവാനെ പോലെയുള്ള, വിക്രം സാരാഭായിയെ പോലെയുള്ള നല്ല നല്ല സയന്റിസ്റ്റുകളുടെ വിഗ്രഹങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായി. സോ അതിലൂടെ ഇന്ന് സിനിമയിൽ അഭിനയിക്കാൻ ഇറങ്ങുന്ന എല്ലാവരും ഒരു മോഹൻലാലിന്റെ പ്രായത്തിൽ നസീറിനെ പോലെയുള്ളവരെ, അമിതാഭ് ബച്ചനെയൊക്കെ കണ്ടിട്ടോ ഒക്കെയാണ് വിഗ്രഹങ്ങളുണ്ടായിരുന്നത്. റോൾ മോഡൽ വേണം. വിഗ്രഹങ്ങളാണ്. അപ്പൊ ഈ വിഗ്രഹങ്ങളില്ലാതെ ഒരാൾക്ക് ആ ഫ്രീക്വൻസി പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആദ്യം മൈൻഡിനെ ആ ഫ്രീക്വൻസിയിൽ കൊണ്ടുവച്ചിട്ട്. ജെസ്സി ഓവൻസിന്റെ പണ്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്തുവാ? ജെസ്സി ഓവൻസ് പഠിച്ചിട്ടില്ലേ? ഉണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്. ഉണ്ട്. എന്തുവായിരുന്നു? ജെസ്സി ഓവൻസ് ആളെ കിട്ടി. ഒരു ഹൈ ജമ്പിന്റെ അല്ലേ? അവര് ഒളിമ്പിക്സില് ഒളിമ്പിക്സിൽ പുള്ളി എത്ര ആയിട്ടും പുള്ളിക്ക് ഡെവലപ്പ് ചെയ്യുന്നില്ല. അപ്പൊ ജർമ്മനിയുടെ വലിയ നീളമുള്ള ഒരാൾ വന്നു. ഇയാളെ കണ്ടപ്പോഴേ പകുതി ജീവൻ പോയി. അപ്പൊ എന്തായാലും തോക്കുമെന്ന് ഉറപ്പിച്ചു ഒളിമ്പിക്സിൽ. പക്ഷെ അയാളുമായിട്ട് സംസാരിച്ചു വന്നപ്പോ അയാളൊരു കാര്യം പറഞ്ഞു. അയാള് ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ടോ? എത്ര വയസ്സായി? അപ്പം നമ്മൾ ഒരേ ഇത് തന്നെ പഠിച്ച, ഒരേ പുസ്തകം പഠിച്ച. ഇവര് കുറച്ചുകൂടെ ഉയർന്ന തലമുറയാണ്. അവരുടെ പുസ്തകമല്ല നമ്മൾ പഠിച്ചത്. അപ്പൊ 10ാം ക്ലാസ്സിൽ പഠിച്ച. അപ്പം നീളമുള്ള ജർമ്മനിയിലെ ഒരാൾ വന്നപ്പോൾ അയാളെ കണ്ടപ്പോൾ തന്നെ ഇത്. പക്ഷെ അയാൾ ഭയങ്കര കോപ്പറേറ്റീവ്, ഭയങ്കര ഹാപ്പി, ഫ്രണ്ട്ഷിപ്പിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്, വലിയ സ്നേഹമായിട്ടൊക്കെ സംസാരിച്ചു. അവയ്ക്ക് ഇയാൾക്ക് അത്ഭുതമായി. അപ്പൊ എങ്ങനെയാ നിങ്ങൾ വിജയിക്കുന്നതെന്ന് ചുമ്മാ ചോദിച്ച കൂട്ടത്തിൽ അയാൾ അറിയാതെ ചുമ്മാ അയാളുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു. ഞാൻ ആദ്യം എൻ്റെ മനസ്സിനെ പൊക്കിയെടുത്ത് ആ കമ്പിന്റെ മേലെ കൂടെ അപ്പുറത്തോട്ടിടും. ജസ്റ്റ് മൈ ബോഡി ഫോളോ ത്രൂ ദാറ്റ്. അതിനെ ഫോളോ ചെയ്യുന്നേ ഉള്ളൂ. എന്റെ മനസ്സിനെ ആദ്യം അത് പൊക്കിയെടുത്ത് അപ്പുറത്തോട്ട്, ശരീരം എന്നെ ഫോളോ ചെയ്തോളൂ. ഈ ടെക്നിക്ക് പുള്ളി അപ്ലൈ ചെയ്തു, പുള്ളി വിജയിച്ചു എന്നുള്ള മനസ്സിലാവുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ പറ്റണമെങ്കിൽ ആർക്കിടെക്ട്സ് നമുക്ക് ഉണ്ടാവണമെങ്കിൽ ചെയ്യണം. ആർക്കിടെക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബ്രെയിൻ ന്യൂറോ കെമിക്കൽസിൽ അതിലൂടെ ഇമോഷൻസിലും ബിഹേവിയറിലും മാറ്റം വരുത്തുന്ന 5 സെൻസറി ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള ന്യൂറോ കെമിക്കൽ കോമ്പിനേഷനും കൂടെ ചേർന്നുള്ള പ്രോഗ്രാംസിനെയാണ് ആർക്കിടൈപ്പ് എന്ന് പറയുന്നത്. പട്ടിയെ കണ്ടുകൊണ്ടിരുന്ന കുരച്ചോണ്ടിരിക്കുവാണെങ്കിൽ പട്ടി ക്രോസ് ചെയ്ത് വരാൻ പറ്റത്തില്ല. പട്ടി എപ്പോഴും 5 സെൻസിൽ കൂടെ പട്ടിയുടെ കുരയും സൗണ്ടും ഭയവും കൂടെ കയറി ഉണ്ടാകുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായി. എപ്പോൾ പട്ടിയുടെ കുര കേട്ടാലും ഓടണം എന്നുള്ള ടെൻഡൻസി ഉണ്ടാകുന്നു. ഇതാണ് നമ്മുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്നത്. ലോജിക്കല്ല. ഈ 5 സെൻസിൽ നിന്നുള്ള ഈ പ്രോഗ്രാംസ് ആണ് നമ്മുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ ആർക്കിടൈപ്പിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇയാൾക്ക് തീർച്ചയായിട്ടും ഡൗൺ ആയിരിക്കാൻ, അയാൾക്ക് നെഗറ്റീവായിട്ടുള്ള ആർക്കിടൈപ്പ് ഉള്ളതുകൊണ്ടല്ലേ അയാൾ ഡൗൺ ആയിരിക്കുന്നത്. അയാളുടെ മൈൻഡിനെ അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുന്നത് എന്താ? ഹാർട്ട് ബീറ്റ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുന്നുണ്ട്. എന്തോ നെഗറ്റീവ് ആർക്കിടൈപ്പുകൾ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഇയാളുടെ ആർക്കിടൈപ്പുകളെ മാറ്റുക എന്നുള്ളതാണ്. അതിലൂടെ ഊർജത്തെ മാറ്റുക. ആർക്കിടൈപ്പ് അനുസരിച്ച് എനർജി കിട്ടുന്നത്. നിങ്ങളൊരു നല്ല പാർട്ടിയിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശത്രു, ഒരുപാട് നാൾ പീഡിപ്പിച്ച ശത്രു അവിടെ വന്ന് ചായ കുടിച്ചിട്ട് പോയാൽ നിങ്ങളുടെ ഫുൾ എനർജിയും ഡൗൺ ആയി, നിങ്ങൾക്ക് എണീറ്റ് നിൽക്കാൻ പോലും ശക്തി ഇല്ലാതായി എന്ന് പറയും. അപ്പൊ എനർജി ശരീരത്തിലേക്ക് കടന്ന് പ്രവർത്തിക്കുന്നത് എന്ത് ബേസ് ചെയ്തിട്ടാണ്? ആർക്കിടൈപ്പ് അനുസരിച്ചിട്ടാണ്. ആർക്കിടൈപ്പ് അനുസരിച്ചിട്ടാണ് ധർമ്മം പാലിക്കുന്നത്. നമ്മൾ ധർമ്മപരിപാലനം, ധർമ്മത്തോടെ പ്രവർത്തിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. സത്യം, ധർമ്മം, ഇതിലൂടെയൊക്കെ പ്രവർത്തിക്കുന്നവർ. ഈ സത്യവും ധർമ്മത്തെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന വ്യക്തിത്വങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ആർക്കിടൈപ്സ് വ്യക്തി തന്നെ ആവണമെന്നില്ല. പട്ടിയുടെ ആർക്കിടൈപ്പിൻ്റെ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ സാഹചര്യങ്ങൾ, ഒരു ആക്സിഡന്റ് സംഭവിച്ച ആ ആക്സിഡന്റിന്റെ ആർക്കിടൈപ്പ് ഉള്ളിൽ കിടന്നാൽ 10 വർഷം കഴിഞ്ഞാലും ആ ദിവസം നമുക്ക് അസ്വസ്ഥതയാവും. നമ്മൾ ഓർക്കത്തില്ല, ഇത് ഇന്നൊരു സുഖമില്ലല്ലോ, ഓ ഇന്നല്ലേ ആ ദിവസം, നമ്മൾ പിന്നെ ആയിരിക്കും ഓർക്കുക. നമ്മുടെ ബിഹേവിയറിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആർക്കിടൈപ്സ് ആണ് അല്ലേ? അപ്പം അങ്ങനെയുണ്ടെങ്കിൽ ഈ പാനിക് അറ്റാക്കൊക്കെ വരുന്ന ആളുകൾക്ക് പേടി, അസുഖങ്ങളെ പേടിയുള്ളവരുണ്ട്. അവർ ഈ ഡോക്ടർമാരുടെയൊക്കെ വീഡിയോ കണ്ട നിങ്ങൾക്ക് ഇതുണ്ടോ, ക്യാൻസർ ആകാം, അവർ ആൾക്കാർ കാണാൻ വേണ്ടി ഇങ്ങനെ എഴുതും. പാവപ്പെട്ടവർ ഇതിനകത്ത് കയറി നോക്കി ആവശ്യമില്ലാത്ത ഡേറ്റകൾ വന്നിട്ട് എനിക്ക് എപ്പോഴും ആ അസുഖമാണോ, ഈ അസുഖമാണോ, മറ്റേ അസുഖമാണോ, വിഷമിക്കുണ്ടല്ലേ? ഇന്നല്ലേ എന്നോട് പറഞ്ഞത്, അമ്മ എന്റെ കയ്യിൽ എന്താ ചോര വന്നേന്ന്? ഒന്നുമല്ല, ഭഗവതിയുടെ പ്രസാദം തൊട്ടതാ. അപ്പം അസുഖങ്ങളാണോ, ആ അസുഖങ്ങളാണോ വന്നോട്ട് ചത്തോളാന്ന് പറയണം. ഭയക്കരുത്, ഭയം ഒരു രോഗമാണ്. ഭയം ഉണ്ടെങ്കിൽ അതൊന്നുമില്ല, ചുമ്മാ പറയുന്ന അങ്ങനൊന്നുമില്ല. ചത്ത് കഴിഞ്ഞിട്ടുള്ള അങ്ങനൊന്നുമില്ല, ചുമ്മാ പറഞ്ഞ
പിന്നെ ഒരു സാധനം പോയി. ആത്മാവിന്റെ ഉയർച്ച താഴ്ചകൾ ഈശ്വര ഉപാസന ഉണ്ടെങ്കിൽ നല്ല പ്രകാശത്തിന്റെ ലോകത്ത് നിൽക്കാം. നെഗറ്റീവ് വേൾഡിൽ ഇങ്ങനെ പോവാം. ഉപാസന രണ്ട് കാര്യം ചെയ്യാറുണ്ട്. ആദ്യമൊക്കെ ചെയ്യാൻ മടിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഇൻട്രസ്റ്റോടുകൂടി ആദ്യമൊക്കെ 45 മിനിറ്റ് ആ frequency. പിന്നെ അരമണിക്കൂർ ഇപ്പൊ 20 മിനിറ്റോട് തീരുന്നു. അതാ ഞാൻ പറഞ്ഞത്. എനർജി, നമ്മുടെ എനർജിയെ കൺട്രോൾ ചെയ്യുന്ന ആർക്കിടൈപ്സ് ആണ് പ്രാണൻ, എനർജി. അപ്പോൾ ഒരു നല്ല ആർക്കിടൈപ്സ് ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് അയാളുടെ സെൻസറി എക്സ്പീരിയൻസിനെ മാറ്റാൻ കഴിഞ്ഞാലേ അയാൾക്ക് ആഗ്രഹം ഉണ്ടാവത്തുള്ളൂ. അതായത് ഇന്ദ്രിയങ്ങളിൽ നിന്ന് വരുന്ന എനർജി അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഇത് പോസിറ്റീവായിട്ട് കീപ്പ് ചെയ്യണം. അപ്പോൾ അയാൾക്ക് പോസിറ്റീവ് എനർജി അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അയാൾക്ക് ഈ പറയുന്ന പോസിറ്റീവ് ബ്രെയിൻ്റെ പോസിറ്റീവ് ഏരിയ ആക്സസ് ചെയ്യാനും അറിവുണ്ടാകാനും തുടങ്ങും. എങ്ങനെ വിജയിക്കണം, എങ്ങനെ ഡെവലപ്പ് ചെയ്യണം. ഇപ്പൊ തന്നെ അതാ ഞാൻ പറഞ്ഞത്. നമ്മുടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റ് ഞാൻ പറഞ്ഞത്, നമ്മുടെ 5 സെൻസറി എക്സ്പീരിയൻസ് നിന്നുള്ള നമുക്ക് കിട്ടുന്ന അവസ്ഥ, ശാരീരിക അവസ്ഥ, ഇതൊക്കെ പോസിറ്റീവാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കാഴ്ച, കേൾവി, സ്പർശം, മണം, രുചി. പട്ടിയുടെ കാഴ്ച, കേൾവി, സ്പർശം, മണം, രുചിയിൽ നിന്നാണ് നമ്മളുടെ ആർക്കിടൈപ്പ് മാറിയത്. ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുക, അവിടെ നല്ല രീതിയിൽ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്നു. ഇപ്പം ഇവിടെ ഒരു മലത്തിൻ്റെ സ്മെല്ലുണ്ടെങ്കിലോ ഇരിക്കാൻ പറ്റില്ല. നമ്മുടെ ചിന്ത അങ്ങടേക്ക് പോകും. നമ്മുടെ ഫ്രീക്വൻസി മൊത്തം മാറി, ആർക്കിടൈപ്പ് മാറി അല്ലേ? അപ്പോൾ 5 സെൻസറി എക്സ്പീരിയൻസിനെ മാക്സിമം പോസിറ്റീവ് ആക്കിക്കൊണ്ട് നല്ല പവർഫുൾ ആയിട്ടുള്ള ആർക്കിടൈപ്പുകളെ അല്ലെങ്കിൽ ലോജിക്കലി, ഇൻ്റലക്ച്വലി നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ആർക്കിടൈപ്പുകളെ കൊണ്ടുവന്ന് നമ്മുടെ മനോമയ കോശത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്താൽ ആ മനോമയത്തിനകത്തുള്ള പവർഫുൾ ആർക്കിടൈപ്പ് എത്ര എണ്ണം ഉണ്ടോ അതനുസരിച്ചിട്ടാണ് നമുക്ക് എനർജി അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതനുസരിച്ചിട്ടാണ് നമ്മളുടെ ഡിസയർ പ്രവർത്തിക്കുന്നത്. ഇപ്പം തീവ്രവാദികൾക്ക് കൊല്ലാനും മരിക്കാനും തയ്യാറായിട്ട് അവർ പോവാൻ തയ്യാറാവുന്നത് എങ്ങനെയാണ്? ആർക്കിടൈപ്പ്. ആർക്കിടൈപ്പ് അവരുടെ ഉള്ളിൽ റോൾ മോഡൽസ് ഉണ്ട്. വലിയ വലിയ തീവ്രവാദികൾ മിലിറ്ററിയിൽ എങ്ങനെയാണ് മോട്ടിവേഷൻ കൊടുക്കുന്നത്? വിജയിച്ച അല്ലെങ്കിൽ ധീരമരണം വരിച്ച കുറെ ആളുകളുടെ കഥകൾ പറഞ്ഞ് മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടെന്ന്. ആ മോട്ടിവേഷൻ ക്ലാസ്സിലൂടെയാണ് അവരെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. നമുക്കും തോന്നും. അപ്പൊ അവര് നമ്മുടെ ഉള്ളിൽ രക്തം തിളയ്ക്കും. അപ്പൊ നമ്മുടെ എനർജി മാറും അല്ലേ? ഇപ്പൊ നല്ല നല്ല ആർക്കിടൈപ്സ് കൊണ്ടാണ് നമ്മളുടെ മൈൻഡിനെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റൂ. ഡയറക്റ്റ് അങ്ങോട്ട് കുറെ പോസിറ്റീവ് മോട്ടിവേഷനും ഡയലോഗുകളോ പറഞ്ഞിട്ടോ കാര്യമില്ല. എന്റെ മൈൻഡ് എന്റെ കൺട്രോളിലല്ല എന്നുള്ള തിരിച്ചറിവ് ഒന്നാമതുണ്ടാകും. ഇനി എന്റെ മൈൻഡിനെ പവർഫുൾ ആക്കാൻ എന്ത് ചെയ്യണം? ഞാൻ എന്നെ കൊണ്ടുപോയി ഇരുത്തണം അങ്ങനെയുള്ള ആർക്കിടൈപ്പുകളുടെ മുന്നിൽ, അങ്ങനെയുള്ള ആളുകളുടെ മുന്നിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ മുന്നിൽ. 5 ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന പോസിറ്റീവ് എനർജിയുള്ള സാഹചര്യങ്ങളിൽ കൊണ്ടിരുത്തണം. അങ്ങനെ മോട്ടിവേഷൻ കിട്ടുന്ന കാര്യങ്ങളിൽ കൊണ്ടിരുത്തണം. അങ്ങനെയുള്ള ക്ലാസ്സുകളിൽ കൊണ്ടിരുത്തണം. അങ്ങനെയുള്ള സംഭവങ്ങളിൽ നമ്മൾ ഭാഗവാക്കാകണം. അല്ലേ? ഒരു നല്ല അവാർഡൊക്കെ കിട്ടുന്ന ഒരു ഫംഗ്ഷനിൽ പോയി ഇരിക്കണം. അപ്പോൾ അവാർഡ് കിട്ടുന്ന, നിങ്ങളുടെ ആ മേഖലയായി ബന്ധപ്പെട്ടുള്ള അവാർഡ് കിട്ടുന്ന ആളുടെ വീഡിയോ, അവാർഡ് വാങ്ങിക്കുന്ന ആളുടെ ആ മൊമെന്റം കയ്യിലുണ്ട്, എല്ലാവരും കൈവീശി കാണിക്കുന്ന ആളിന്റെ പിക്ചറിലേക്ക് നമ്മൾ അറിയാതെ നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ട് അതൊരു ആർക്കിടൈപ്പായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറുകയാണ്. 5 സെൻസിലൂടെ ആളുകളുടെ കൈയടി, കാഴ്ച, കേൾവി, മണം എല്ലാം കൂടെ ഇങ്ങനെ നമ്മളെ ഡ്രൈവ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ എന്താണ് കേൾക്കുന്നത്, കാണുന്നത്, സ്പർശിക്കുന്നത്, മണക്കുന്നത്, രുചിക്കുന്നുള്ള നല്ല ബോധ്യം ഉണ്ടാകും. അപ്പൊ നമ്മൾ കാണുന്ന വീഡിയോസ് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് നല്ല വീഡിയോസ് കണ്ടില്ലെങ്കിൽ അറിയാതെ ചീത്ത വീഡിയോ കണ്ടുപോകും. അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം നല്ല ആളുകളുമായിട്ട് ബന്ധം ഉണ്ടാക്കിയില്ലെങ്കിൽ അറിയാതെ മോശപ്പെട്ട ആളുകളുമായി ബന്ധം ഉണ്ടായി പോകും. അറിഞ്ഞുകൊണ്ട് നമ്മൾ ഈശ്വര ഉപാസകനായില്ലെങ്കിൽ, ദേവിയെ വിളിച്ച് ജപിച്ചില്ലെങ്കിൽ അറിയാതെ നമ്മൾ നെഗറ്റീവ് എനർജികളുടെ ആരാധിക്കുന്ന പിടിയിൽ പെട്ടുപോകും. അറിഞ്ഞുകൊണ്ട് നല്ല പുസ്തകങ്ങൾ വായിച്ചില്ലെങ്കിൽ അറിയാതെ ചീത്ത പുസ്തകങ്ങൾ വായിച്ചു പോകും.
അറിഞ്ഞുകൊണ്ട് നല്ല ഫുഡ് കഴിച്ചില്ലെങ്കിൽ അറിയാതെ ചീത്ത ഫുഡ് കഴിച്ചു പോകും. അറിഞ്ഞുകൊണ്ട് നല്ല സ്മെല്ല് കിട്ടിയില്ലെങ്കിൽ അറിയാതെ സ്മെല്ല് കിട്ടിപ്പോകും. അറിഞ്ഞുകൊണ്ട് നല്ല കാര്യങ്ങൾ മ്യൂസിക് കാര്യങ്ങളൊക്കെ കേട്ടില്ലെങ്കിൽ അറിയാതെ ചീത്ത മ്യൂസിക്കും കാര്യങ്ങളും കേട്ടുപോകും. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് 5 ഇന്ദ്രിയങ്ങളെ നമ്മളെപ്പോഴും ഡൗൺ ഫ്രീക്വൻസി നിൽക്കുവാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാനിപ്പോൾ ഇതൊക്കെ പ്രശ്നമൊക്കെ ആയിട്ട് ജീവിതം പ്രശ്നമായിട്ട് തോന്നുന്നു, ഞാൻ ഡൗൺ ഫ്രീക്വൻസി നിൽക്കുന്നതുകൊണ്ടാണ്. ഹൈവേ ഡിവൈഡറൊക്കെ അറിയിക്കുന്ന എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ഡിവൈഡർ നിൽക്കുമ്പോൾ നമുക്കൊരു കുഴപ്പമില്ല. റോഡിലോട്ട് ഇറങ്ങി എന്നാൽ ഒരു വണ്ടി വരും, കൈ കാണിച്ച് മാറ്റുമ്പോൾ അടുത്ത വണ്ടി വരും, ഒരു ചിന്ത വരും, അടുത്ത ചിന്ത വരും, കൺട്രോൾ ചെയ്യുമ്പോൾ അതിന് സമാനം കൊടുത്ത് കഴിയുമ്പോൾ അടുത്ത ചിന്ത വരും. ഇത് ഫ്രീക്വൻസിയാണ്. ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന നെഗറ്റീവ് ഫ്രീക്വൻസിയിലാണ്, എനിക്ക് പോസിറ്റീവ് ഫ്രീക്വൻസിയിൽ എത്തണം എന്ന് പറഞ്ഞ് എപ്പോഴും നമുക്ക് പോയി ടൂർ പോകാൻ പറ്റുമോ? എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാൻ പറ്റുമോ? പറ്റത്തില്ല. നല്ല ഫ്രീക്വൻസി വീട്ടിലുണ്ടാക്കുക എന്നുള്ള ആ നല്ല ഫ്രീക്വൻസി വീട്ടിലുണ്ടാക്കാനാണ് ചന്ദനത്തിരി കത്തിച്ച് വെക്കുകയും നല്ല വിഷ്വല് വിഗ്രഹങ്ങൾ കാണുക, നല്ല ചെറിയൊരു ജപം മ്യൂസിക്സൊക്കെ ഇടാം. നല്ല മ്യൂസിക്കൊക്കെ വീട്ടിലിടണം എപ്പോഴും. അപ്പോൾ വീട്ടിലെപ്പോഴും നല്ല മ്യൂസിക് ഇങ്ങനെ എപ്പോഴും ഇട്ടേക്കണം. ചെറിയൊരു സ്പീക്കർ വാങ്ങിച്ച് ലൈറ്റായിട്ട് ഒരുപാട് സൗണ്ടിലല്ലാതെ സ്റ്റാർ ഹോട്ടലിലൊക്കെ കിടക്കുന്നവരല്ലേ അല്ലേ, അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ആംബിയൻസ്. അതിനാണ് ലക്ഷങ്ങളും കോടികളും വാങ്ങിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നമുക്ക് സ്റ്റാർ ഹോട്ടലാക്കാം. അതിന്റെ സൗണ്ടിന് തന്നെ ലക്ഷങ്ങളാണ് പൈസ വാങ്ങുന്നത്. സൗണ്ട് പെർഫോമൻസ് അതോറിറ്റി ഉണ്ടല്ലേ? ആ അറിയാമല്ലോ. അത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ PPL എന്ന് പറയുന്നത്. അത് ശരി, പബ്ലിക് പെർഫോമൻസ് ലൈസൻസ്. പിന്നെ താജിൽ വർക്ക് ചെയ്തപ്പോൾ കൃത്യമായിട്ട് അറിയാലോ. എത്ര ലക്ഷം രൂപയാണോ അതിന് വാങ്ങണേ ഒരു വർഷത്തേക്ക്? അത് നമ്മളറിയാതെ നമ്മുടെ ആംബിയൻസ് മാറ്റുവാണ്. നമ്മൾ പിന്നെ അവിടെ പോകും. ഒരു പ്രാവശ്യം പോയാൽ പിന്നെ പോകും. താജിന്റെ എൻവയറമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക എൻവയറമെന്റാ. അത് മറ്റു ഹോട്ടലിൽ കിട്ടില്ല. മൈൻഡ് ഭയങ്കര പീസാവും തപ്പനെ താജിലോട്ട് കയറുമ്പോ. അത് അല്ലേ? ലീമൻഡിയിൽ പോയാൽ കിട്ടില്ല. അവിടെയാണ് അതിന്റെ പ്രധാന കാരണം. ഞാൻ പറഞ്ഞുതരാം, രത്തൻ ടാറ്റയാണ്. അദ്ദേഹത്തിന്റെ മിഷണറിയാണ് ആ ഒരു രൂപത്തിലേക്ക് വന്നിരുന്നത്. പക്ഷെ ഇപ്പൊ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, അവിടുത്തെ മൊത്തത്തിലുള്ള ആംബിയൻസ്, അവിടുത്തെ ആ കാഴ്ച, നല്ല നല്ല ലൈറ്റുകളും നല്ല നല്ല അലങ്കാരങ്ങളും ടച്ച്, ഇരിക്കുന്നൊരു കുഷ്യനൊക്കെ നല്ല കുഷ്യനായിരിക്കും. ആയിക്കോട്ടെ. അപ്പൊ 5 സെൻസ് ശരിയാണ്. നമ്മൾ അവിടെ നിന്ന് എങ്ങോട്ടും പോകത്തില്ല. നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ വീട് ഇങ്ങനെ ആക്കിക്കൂടാ? ലക്ഷങ്ങളൊന്നും മുടക്കേണ്ട കാര്യമില്ല ഇതിന്. വേണോ? ആവശ്യമില്ല. നമുക്ക് കസേര ഇപ്പൊ നല്ല കുഷ്യൻസ് ഒക്കെ എല്ലായിടത്തും ഉള്ളു അല്ലേ? എല്ലാം നല്ല കുഷ്യൻസാണ്. പിന്നെ നല്ല മ്യൂസിക്, നല്ല കാഴ്ച. എന്താ വെച്ചാൽ നമ്മുടെ ഈ സോഫ ഇങ്ങനെ തന്നെ ഇടണം നിർബന്ധമൊന്നുമില്ല. ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാം. അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് ചില ഈ പിക്ചറൊക്കെ ഒന്ന് തൂക്കാം. പിക്ചർ ഇങ്ങനെ തന്നെ ഇരിക്കണം നിർബന്ധമില്ല. പിക്ചറുകൾ നമുക്ക് സീനറിയൊക്കെ മാറ്റി വെക്കാം, ഫോട്ടോസ് വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒരു ഗാർഡനൊക്കെ ടോപ്പ് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാം. ചെറിയ സിറ്റ് ഔട്ട് ആണെങ്കിൽ അവിടെ 2-3 ചെടികളൊക്കെ വെക്കാം. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാം. ലക്ഷറിയായി അല്ലേ? എന്നിട്ട് ഇതൊക്കെ വെച്ച് നമ്മൾ മൊത്തത്തിൽ ഇതൊക്കെ ഒന്ന് മാറ്റി തിരിച്ചൊക്കെ വെച്ചു 5 സെൻസിനെ എപ്പോഴും നമ്മൾ പുതിയ രീതിയിലേക്ക് റീഅറേഞ്ച് ചെയ്യാം. അതിൽ തെറ്റൊന്നുമില്ല. മാത്രമല്ല അപ്പം അതും എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? എപ്പോഴും നമുക്കൊരു പിക്ചർ എടുത്ത് എപ്പോഴും മാറ്റി തിരിച്ചിട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അത് ഇടക്കിടക്കൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞ. പക്ഷേ അപ്പോൾ പിന്നെ കുറച്ചുകൂടി ഇത് മൈൻഡിലേക്ക് വരികയാണ്. അത് നമ്മൾ ദൂരെ പോയി ടൂർ പോകുന്ന കാര്യം പറഞ്ഞു, അത് പറ്റത്തില്ല. പിന്നെ അത് നമുക്ക് ചെയ്യണം. ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം, വേണ്ടെന്നല്ല, ഇതൊക്കെ ചെയ്തോണം. പക്ഷെ എപ്പോഴും ചെയ്യാൻ പറ്റുന്ന എന്താണ്? നമ്മളുടെ മനസ്സ്. അതായത് ജപം ചെയ്യുക, ഇന്ദ്രിയങ്ങളിലൂടെ ഈശ്വര ആരാധന ചെയ്യുക, കാഴ്ച, കേൾവി, സ്പർശം, മണം, രുചി, 5 സെൻസിലൂടെ. അതിനാണ് അമ്പലങ്ങളുടെ പ്രത്യേകത. എന്നും അമ്പലത്തിൽ പോകാൻ പറയുന്നത്. കാരണം അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മണിയടി, ധൂപം, ദീപം, ചെരുപ്പൂരിട്ട് ടച്ച്, സ്മെല്ല്, സൗണ്ട് കയറി ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മളൊന്ന് പോസിറ്റീവ് ആവും. അതിന്റെ ഒരു ഗുണം നമുക്കുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ഗുണം അതല്ലേ ഇവിടൊക്കെ വരാൻ പറ്റി, ഇങ്ങനൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്റെ വീടിന് തൊട്ടപ്പുറത്ത് ഭദ്രകാളി ക്ഷേത്രമാണ്. ഉഗ്രമൂർത്തിയാണ്. നമ്മള് അവിടെ എന്ത് പ്രാർത്ഥിച്ചു. അപ്പൊ എനിക്ക് ഒരു സൈഡിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഒരു സൈഡിൽ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് പോകും. ഈ 2 സൈഡ് ഇങ്ങനെ പോവാ മത്സരമാണ്. പക്ഷെ ഈ മറ്റേത് ഇതൊന്നും ഇല്ലെങ്കിൽ അത് മാത്രമേ കാണത്തുള്ളൂ, നെഗറ്റീവ് മാത്രമേ കാണത്തുള്ളൂ.
ഇവിടെ ബാലത്രിപുര സുന്ദരിയാണല്ലോ. അതെ. ഞാൻ കല്യാണം കഴിച്ചത് മണിക്കങ്കലത്തേക്കാണ്. മണിക്കങ്കല അമ്പലത്തിന്റെ അടുത്ത് അവിടെ ഒരു പറയത്തുകാരൊരു അമ്പലമുണ്ട്. അവിടെ തെയ്യാമടം അമ്പലമാണ്. അവിടെ ബാലഭദ്രകാളിയാണ്. അവിടെ അപ്പൊ ഞാൻ എന്റെ അമ്മനോട് പറഞ്ഞു, ദേവി എത്തിച്ചതാണ്. എന്തുണ്ടെങ്കിലും മുണ്ടങ്ങാട്ടമ്മേന്ന് വിളിച്ചു കഴിഞ്ഞാൽ നടക്കാത്തൊരു കാര്യമില്ല. അപ്പൊ നമ്മളെ 5 സെൻസിലൂടെ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ ട്യൂൺ ചെയ്യിക്കുക. നമ്മളെപ്പോഴും ചെക്ക് ചെയ്യണം, നമ്മൾ എപ്പോഴും പോസിറ്റീവ് എനർജി കിട്ടുന്ന രീതിയിലാണോ നിൽക്കുന്നത്, അങ്ങനെയുള്ളവരുമായിട്ടാണോ സഹകരിക്കുന്നത്, അതോ ടെമ്പററി ആയിട്ടുള്ള അതിനകത്ത് ശ്രദ്ധിക്കണം. നിത്യാനിത്യ വസ്തു വിവേകം ആചാര്യം പറയുന്നത്, സാധനാ ചതുഷ്ടയം ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത്, മുമുക്ഷത്വം മോക്ഷം വേണമെന്നുള്ള ആഗ്രഹം. അപ്പോൾ അതാണ് ഞാൻ വേറെ രീതിയിൽ ഇപ്പോൾ പറഞ്ഞത്. സംസ്കൃത പദ്യം ചൊല്ലുന്നില്ലെന്നുള്ളേ ഉള്ളൂ. അതൊക്കെ തന്നെയാണ് ഈ പറയുന്നത് വേറെ രീതിയിൽ. മോക്ഷം വേണമെന്നുള്ള ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് ആഗ്രഹം വേണം ആദ്യം. അഥാതോ ബ്രഹ്മജിജ്ഞാസാണ് ബ്രഹ്മസൂത്രം തുടങ്ങുന്നത് തന്നെ. ബ്രഹ്മജിജ്ഞാസ ആദ്യം ഉണ്ടാവണം, ഈശ്വരനെ അറിയണമെന്നുള്ള ആഗ്രഹം. അതവിടെ നിൽക്കട്ടെ. നിത്യാനിത്യ വസ്തു വിവേകം എന്ന് പറയും. നിത്യമായതും അനിത്യമായതും ഉള്ളതിനെ കുറിച്ചുള്ള വിവേകമുണ്ടാകും. സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത് ഈഗോ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞ മൈൻഡിനെ തിരിക്കുന്നുണ്ട് അദ്ദേഹം. ഈഡ് എന്ന് പറയുന്നത് സാത്താൻ്റെ കൊമ്പൊക്കെ വെച്ചിട്ടാണ് സിംബലൈസ് ചെയ്ത് പറയുന്നത്. ഈഗോ വ്യക്തി, നമ്മുടെ വ്യക്തിത്വം. സൂപ്പർ ഈഗോ നമ്മുടെ ഏഞ്ചൽ, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന സംഭവം, മൈൻഡ്, ചിന്തകൾ, ദേവതകളെന്നൊക്കെ വേണം പറയാം. അപ്പം അദ്ദേഹം പറയുന്നത് ഈഡ് ഈസ് ട്രൈങ് ടു ഗെറ്റ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഈഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാത്താനിക് എനർജി എന്ന് പറയുന്നത് എപ്പോഴും അന്നേരത്തെ കാര്യം മാത്രമേ ആലോചിക്കത്തുള്ളൂ. അന്നേരം എനിക്ക് പുകഴ്ത്തൽ കിട്ടണം, എനിക്ക് നേട്ടം കിട്ടണം, എനിക്ക് പൈസ കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് അപ്പം സൂഹിക്കണം, ഇത് മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. അത് ചിലപ്പോൾ മോട്ടിച്ചായാലും പിടിച്ചു പറിച്ചായാലും മറ്റാരെയും പരിഗണിക്കാതെ എൻ്റെ സുഖം, എൻ്റെ സംഭവം, ഇതാണ് ഈട് നോക്കുന്നത്. മറ്റേത് ലോങ് ലൈഫിലുള്ള ഗുണം നോക്കി ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് ഏറ്റെടുക്കും. മനസ്സിലായി? എന്നിട്ട് പിന്നീട് സൂഹിക്കും. ബോധമുള്ളപ്പോഴാണ് അത് ചെയ്യുന്നത്. ഇത് ബോധമില്ലാത്തപ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഉള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ലോങ് ലൈഫിൽ ഗുണം കിട്ടുന്നത് മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് തീരുമാനം എടുക്കുക. അത് നോക്കി മാത്രം കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. കാരണം ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സുഖം നോക്കുമ്പോൾ പലപ്പോഴും അപകടമാണ്. അവിടെ വേറെ ആരും പരിഗണിക്കുന്നില്ല, കർമ്മഫലങ്ങളുണ്ടാവും, തിരിച്ചടി ഉണ്ടാവും. അത് തന്നെയാണ് മറ്റൊരു രീതിയിൽ ആചാര്യസ്വാമികൾ പറയുന്നത് നിത്യാനിത്യ വസ്തു വിവേകം. നിത്യമായത് എന്ന് വെച്ചാൽ ലോങ് ലൈഫിൽ ഗുണമുണ്ട്, അനിത്യമായത് ഇപ്പോഴത്തെ കാര്യങ്ങൾ മാത്രം. അതിൻ്റെ ഡിവിഷൻ, അതിൻ്റെ വ്യത്യാസം നമുക്ക് തിരിച്ചറിയണം. ഒരു കാര്യം ചെയ്യുമ്പോൾ ഇതെനിക്ക് ഇപ്പം ഗുണമുള്ളതാണോ, അതോ ഇപ്പം മാത്രം ഗുണമുള്ളതാണോ, അതോ അങ്ങോളം ഗുണമുള്ളതാണോ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അത് നോക്കി പ്രവർത്തിക്കുക. അപ്പോൾ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞത്. ഇഹാമുത്ര ഫലത്യാഗം, ഇപ്പൊ കിട്ടുന്ന ഫലത്തിലെ ഒഴിവാക്കും. ഇപ്പൊ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പഠിത്തം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കളിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ കിട്ടുന്ന ആ എൻജോയ്മെന്റ് ഒഴിവാക്കുക. പക്ഷെ പിന്നീട് ലൈഫിൽ അത് ഗുണം ചെയ്യുക. അപ്പോഴേ നമ്മൾ ലോങ് ലൈഫ് കണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാകുമ്പോൾ ബുദ്ധി വർക്ക് ചെയ്യത്തുള്ളൂ, ബോധം വർക്ക് ചെയ്യത്തുള്ളൂ. ഇഹാമത്ര ഫലത്തെയാണ് ഇപ്പം കിട്ടുന്ന ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഒഴിവാക്കുക. നിത്യാനിത്യ വസ്തു വേഗം ഇപ്പം കിട്ടുന്നത് ഫ്യൂച്ചറിൽ ഇതുമായിട്ട് വ്യത്യാസം മനസ്സിലാക്കി ലോങ് ലൈഫിൽ ഗുണം കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക. ശമം ദമം ഉപരമം തിദിഷ എന്നൊക്കെ പറയും. അതായത് ശമം, ദമം, ഇന്ദ്രിയ നിഗ്രഹണം, ഇന്ദ്രിയ സുഖങ്ങളെ ഇപ്പം വേണമെന്നുള്ള ചിന്ത. എനിക്കൊന്നും വേണ്ട, എനിക്കിപ്പോൾ ഫുഡ് കഴിക്കണം, എനിക്കും കഴിക്കാൻ തോന്നും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കും. അപ്പോൾ അതിന് അങ്ങനെ കഴിക്കുമ്പോൾ വണ്ണം വെച്ച് വരും. അപ്പം നമുക്ക് ഈ പറയുന്ന കൺട്രോൾ പ്രാക്ടീസ് ചെയ്യുക. ശമം ദമം
ഇമോഷനെ നമ്മൾ കൺട്രോൾ ചെയ്യുക. ഇമോഷൻ ഓവറായിട്ട് വരുമ്പോഴാണ് ബാധ പിടിക്കുന്നത്. അപ്പോഴാണ് ഈ മൈൻഡ് കയ്യിൽ നിന്ന് പോകുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇമോഷൻസിനെ നമ്മൾ ഓവറാകുമ്പോൾ തന്നെ നമ്മൾ ബ്രീത്ത് നോർമലാക്കണം, ബ്രീത്ത് കൺട്രോൾ, ബ്രീത്ത് ശാന്തമാക്കി സ്ലോയിൽ ബ്രീത്ത് എടുക്കണം ഇമോഷൻ വരുമ്പോൾ. എന്നിട്ട് ഇമോഷൻ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള പരിശീലനം സ്വയം കൊടുക്കേണ്ട പ്രാക്ടീസ്. ഹാർട്ട് ബീറ്റ്സ് ഇങ്ങനെ പടപടാന്നടിക്കും, ടെൻഷൻ വരുന്നു, വിഷമം വരുന്നു. ആ സമയത്ത് ബ്രീത്തിങ് പാറ്റേൺ അങ്ങ് ബ്രേക്ക് ചെയ്യണം. ഇങ്ങനെ ആദ്യം വരുന്ന ബ്രീത്തിങ് പാറ്റേൺ അപ്പോഴും പടപടായിരിക്കും. പക്ഷെ നമ്മൾ പതുക്കെ, അപ്പോൾ ഈ പടപടായിട്ട് പതുക്കെ പതുക്കെ അത് സ്വാഭാവികം. ആദ്യമൊക്കെ അങ്ങനെ ഒരു ദിവസം കൊണ്ട് നമുക്ക് ലോകം അവസാനിക്കത്തില്ലല്ലോ. നമുക്ക് ഇത്രയും നാളത്തെ ശീലം ഉണ്ടല്ലോ, ആ ശീലം നിൽക്കുകയല്ലേ. അവിടെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ആർക്കിടൈപ്പ് കൊണ്ട് ഹാർട്ട് ബീറ്റ്സ് കൂടുന്നത്. അത് ബാധകളാണെങ്കിലും ശരി, വ്യക്തികളാണെങ്കിലും ശരി, നെഗറ്റീവായിട്ടുള്ള ഇൻസിഡന്റ് ആയാലും ശരി, ആർക്കിടൈപ്പ് കൊണ്ടാണ് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ്സ് കൂടുന്നത്. അവിടെ നമ്മൾ റിപ്പീറ്റഡ്ലി 5 സെൻസിലൂടെ പാല് കൊടുത്ത് വളർത്തിയ ആർക്കിടൈപ്പ് ഇവിടെ ഉണ്ട്, ദേവിയുടെയൊക്കെ. ആ ആർക്കിടൈപ്പിനെ ടപ്പനെ കൊണ്ടുവരണം. പട്ടിയുടെ ആർക്കിടൈപ്പിന് നമ്മൾ ഹാർട്ട് ബീറ്റ്സ് കുറഞ്ഞ എങ്ങനെ ഓണർ വന്ന് മറച്ചു പിടിച്ചപ്പോൾ ഓണർ ഒരു രക്ഷകന്റെ കൂട്ട് അവിടെ ചാടി അവതരിച്ചു. ഓണർക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ കൂട്ട് നമ്മുടെ ബാധകളെയൊക്കെ മാറ്റി തന്ന ദേവിയുടെ ആർക്കിടൈപ്പിന് ഭയങ്കര ശക്തിയാണെന്നുള്ളത് പറഞ്ഞ് ആദ്യം മനസ്സ് റിജക്ട് ചെയ്യും. ഓ, ഇതൊന്നും അങ്ങനല്ല. പക്ഷെ റിപ്പീറ്റഡ് കമാൻഡ് കൊടുത്ത മനസ്സിന്, ഉപബോധ മനസ്സിലൊരു കാര്യം അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റൂല. അതാ ഒരു കള്ളം ആയ ഒരു 10, 8, 20 പ്രാവശ്യം പറഞ്ഞാൽ സത്യമായി വിശ്വസിക്കും മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വലിയ പവർഫുൾ ദേവതയുണ്ടെന്നോ ആ ദേവത ഹെൽപ്പ് ചെയ്യുന്നോ ഒക്കെ പറഞ്ഞ് നമ്മൾ റിപ്പീറ്റഡ് കമാൻഡ് കൊടുക്കുമ്പോൾ അതങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ മന്ത്രം ജപിക്കണം, അത് സ്ലോയിൽ മന്ത്രം ജപിക്കണം. അപ്പോൾ അവിടെ സ്പീഡിൽ മന്ത്രം ജപിച്ചാൽ പിന്നെയും ഇത് കൂടുക നെഗറ്റീവ്. ദേവി മന്ത്രം ജപിക്കുക അവിടെ നമ്മൾ, അപ്പോൾ ഇത് എനർജി കൂടുക. അപ്പോൾ അവിടെ സ്ലോ ഡൗൺ ആയിട്ട് മന്ത്രം ജപിക്കണം. ഓം ഐം എങ്ങനെ ജപിക്കണം മനസ്സിലായോ? സ്ലോയിൽ. ആ സ്ലോയിൽ ജപിക്കുമ്പം നമ്മുടെ ആക്ഷൻ ഭയങ്കര സ്ലോ ആയിട്ട് നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്തുള്ള ആക്ഷൻ അവിടെ പ്രവർത്തിക്കും. അതൊരു ടെക്നിക്കാണ്. അപ്പോൾ മൈൻഡിന് വട്ടാവും. നിങ്ങളുടെ ഏറ്റവും നാളെ നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞിരിക്കുകയാണെന്നിരിക്കട്ടെ, ഒരുത്തൻ മരിച്ചു പോകുന്ന ഉറപ്പാണെങ്കിൽ നിങ്ങളൊരു കാപ്പി എടുത്ത് കുടിക്കണം, നല്ലൊരു കാപ്പി ഉണ്ടാക്കി പാട്ടൊക്കെ കേട്ട് ബ്രെയിൻ വിചാരിക്കട്ടെ ഇത് എന്ത് പറ്റി, ഇതെന്ത് പറ്റി. അപ്പം ഈ നെഗറ്റീവ് എനർജികളുടെ ഭയം അവിടെ വിലപ്പോകത്തില്ല. അപ്പം തന്നെ നമുക്ക് പിന്നെ ഐഡിയ വരാൻ തുടങ്ങും പോസിറ്റീവായിട്ടുള്ള. അങ്ങനെ ഒന്ന് പേടിച്ചാൽ പറ്റുമോ? അങ്ങനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലായിടത്തും CCTV ക്യാമറയൊക്കെ ഉണ്ട്. ഞാൻ നാളെ പോകുന്നില്ല, ലീവ് എടുത്തേക്കാം, എന്നിട്ട് പോലീസിനെ കംപ്ലൈൻറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേണ്ട ആക്ഷൻ അങ്ങോട്ട് എടുത്ത് കഴിയുമ്പോൾ ആ ഭയം മാറി. പക്ഷേ ഈ മറ്റേത് ആത്മഹത്യ ചെയ്യും ചിലപ്പോൾ പേടിച്ച്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ബ്രീത്തിങ് പാറ്റേൺ മാറ്റിയിട്ട് നമ്മൾ ഏറ്റവും പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. ഒരു നല്ല കാപ്പി ഉണ്ടാക്കി കുടിക്കുക എന്നൊക്കെ പറഞ്ഞു വിട്ടു, ഒരു പാട്ടൊക്കെ കേട്ട് നമ്മൾ നടക്കാൻ ഇറങ്ങുന്നു, അല്ല ചെടി നനയ്ക്കുന്നു. ഏറ്റവും ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോൾ ചെടി നനയ്ക്കുന്നു, ഏറ്റവും ഭ്രാന്ത് പിടിക്കും. അപ്പം ബ്രെയിൻ ആകെ വട്ടായിപ്പോയി. എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ ബാധ നെഗറ്റീവ് എനർജികളൊക്കെ ഒന്നും പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെന്ത്, അതാ ഞാൻ പറഞ്ഞത്, സെൻസറി എക്സ്പീരിയൻസിലൂടെ ആർക്കിടൈപ്പിന് ചേഞ്ച് ചെയ്യുമ്പോൾ എനർജി മാറുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. അങ്ങനെ എനർജി മാറ്റിക്കഴിഞ്ഞാൽ, ആർക്കിടൈപ്പ് മാറ്റിയാൽ, ബ്രീത്തിങ് പാറ്റേൺ മാറ്റിയാൽ, ബിഹേവിയർ മാറ്റിയാൽ, ഇത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിൽ വരുന്ന CBTയിൽ. അപ്പം ബിഹേവിയർ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ എളുപ്പം ഫ്രീക്വൻസി മാറും. ഇതങ്ങനെയല്ല, ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും മുലയ്ക്ക് പതിനിരിക്കും. ഞാൻ പറയും കൃഷ്ണൻ, ആ ടെൻഷൻ വരും, നീ അടിച്ചു വരും, അല്ലെങ്കിൽ അടുക്കള കയറി എന്തെങ്കിലും പണി ചെയ്യുക, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി, അല്ലെങ്കിൽ പുസ്തകം വായിക്കും, പാട്ട് കേൾക്കും. ഫ്രീക്വൻസി മാറ്റും. എനിക്കതൊന്നും തോന്നുന്നില്ല. എനിക്കിപ്പോൾ ഞാൻ ഡൗൺ ആയിട്ടായിരിക്കുന്നത്. അവിടെ ബി പോസിറ്റീവ് എന്ന് പറഞ്ഞ് കുറേ സംസാരിക്കുന്നുണ്ട്, കാര്യമില്ല. നമ്മുടെ ഫിസിക്കൽ ഫ്രീക്വൻസി അങ്ങ് മാറ്റുക. 5 സെൻസിൽ നിന്നുള്ള ഫ്രീക്വൻസി നല്ല സെന്റർ എടുത്ത് മണപ്പിച്ചുകൊണ്ടിരിക്കുക. വണ്ണം വെച്ച് എപ്പോഴും ഇത് തന്നെ. പിന്നെ അത് നല്ലതാ. പക്ഷെ അത് തിയറി കറക്റ്റാ പറഞ്ഞത്. പക്ഷെ അവിടെ അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ്. ഒരു ഞാൻ പറഞ്ഞില്ല, രാവിലെ നിവേദിക്കുമ്പോൾ കുറച്ച് കിസ്മിസ് വാങ്ങിച്ച് വെച്ചേക്കും.
കിസ്മിസും എല്ലാം എടുത്തിട്ട് നിവേദ്യ ദേവിയുടെ മുന്നിൽ വെച്ചിട്ട് നിവേദ്യം കൊടുക്കുക ആ ശ്രീചക്രത്തിന്റെ മുന്നിൽ. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഡൗൺ ആകുമ്പോൾ ഒരു കിസ്മിസ് ദേവിയുടെ ശക്തി നമ്മളിലേക്ക് വരില്ല. അപ്പൊ ഐസ്ക്രീം തിന്നുന്ന അത്രയും പ്രശ്നം വരുത്തില്ല. എന്നാൽ ഇത് പഴമായതുകൊണ്ട് നല്ലതാണ് ശരീരത്തിന്, വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഒരു വലിയ പഴം കഴിക്കുമ്പോൾ ഉള്ള പ്രശ്നം വരുത്തുമില്ല, അത്രയും ഫാറ്റിന്റെ പ്രശ്നം വരുന്നില്ല. ഇതൊന്നും വല്ലപ്പോഴും, എപ്പോഴും വേണ്ട. ഡൗൺ ആകുമ്പോൾ എടുത്ത് വായിലിടാം. അപ്പോൾ ഒരു പോസിറ്റീവ് ഫ്രീക്വൻസി മാറി, മണം കൂടെ അങ്ങ് മാറ്റും. സെന്റ് എടുത്ത് അങ്ങ് മണപ്പിക്കും. നല്ല നല്ല ചന്ദനത്തിന്റെ ഒക്കെ സെന്റ് കിട്ടും. ദേവിയുടെ ഇത് കുങ്കുമത്തിന്റെ ഒക്കെ നല്ല സ്മെല്ല്, നല്ല നല്ല മണമുള്ള താഴമ്പൂ കുങ്കുമം എന്നുള്ള കുങ്കുമൊക്കെ ഉണ്ട്. ഇതൊക്കെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല മണമാണ്. ആ കുങ്കുമം എടുത്ത് ഇത് ചെയ്യുക, അല്ലെങ്കിൽ ആ സെന്റ് അങ്ങനെയുള്ള സെന്റുകൾ പൂശാൻ. എന്നിട്ട് നല്ല ദേവിയുടെ ആഭരണങ്ങളൊക്കെ എടുത്തിട്ട് മനസ്സിലാവുന്നുണ്ട്. അങ്ങനത്തെ നല്ല ദേവിയുടെ ആഭരണങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് കുറച്ചു നേരം ഒന്ന് അണിയാം, ദേവിയെ ചാർത്തിയിട്ടുള്ള. അപ്പം ഒരു വെച്ചാൽ ദേവിക്ക് ചാർത്തി മാലയൊക്കെ എടുത്ത് നമ്മൾ ഇടത്തില്ല പറഞ്ഞോട്ട് കുഴപ്പമില്ല. അപ്പം അങ്ങനെ നമ്മൾ അഭിഷേകം കഴിക്കണം. ഇല്ല, അഭിഷേകം കഴിക്കണം എടുത്ത് വെച്ച്. അതൊക്കെ ചെയ്യാൻ നിങ്ങൾ എടുത്ത് വെച്ചിട്ടേ അഭിഷേകം കഴിക്കാം. വിഗ്രഹത്തിൽ അഭിഷേകം കഴിക്കുന്നോട്ട് മന്ത്രങ്ങളൊക്കെ ചൊല്ലി അതൊക്കെ നല്ല. എന്നിട്ട് നിവേദ്യം കൊടുക്കണം, എന്നിട്ട് ഒരുക്കിയിട്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം നമ്മൾ. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഒരു ഫ്രീക്വൻസി ഷിഫ്റ്റ് 5 സെൻസി എന്നുള്ള എങ്ങനെയൊക്കെ നിങ്ങളുടെ ഫ്രീക്വൻസി ഒരു പാട്ടൊക്കെ കേട്ട് ഡാൻസ് കളിക്കാം. അപ്പോൾ ദേവിയുടെ പാട്ടൊക്കെ ഇട്ടിട്ട് അപ്പം നമ്മുടെ ഫ്രീക്വൻസി നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. നമ്മൾ പേടിയാവുന്ന സമയത്ത് ഇനിയും ചെയ്യേണ്ട, അല്ലെ വിഷമം വരുമ്പോൾ ടെൻഷൻ വരുമ്പോൾ ചെയ്യേണ്ടത് ഫ്രീക്വൻസി ഷിഫ്റ്റ് ചെയ്തിട്ട്. അപ്പം നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റും. ആരെ ഡിപ്പെൻഡ് ചെയ്യണ്ട, തിരിച്ച് കയറി വരാൻ. മൈൻഡ് ഡൗൺ ആയിരിക്കുമ്പോൾ തിരിച്ച് കയറി വരാൻ. കാരണം നമ്മൾ മരിക്കുന്നവരെ ഹാപ്പിയായിട്ട് ജീവിച്ചല്ലേ പറ്റും, അല്ലേ? അപ്പം വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ മനസ്സ് കൈവിട്ട് പോകുമ്പോൾ തിരിച്ച് കയറി വരേണ്ട എങ്ങനെയാണെന്ന് മനസ്സിലായോ? അപ്പം മനസ്സ് എന്തിൻ്റെ നിയന്ത്രണത്തിലാണെന്ന് മനസ്സിലാക്കണം. ആർക്കിടൈപ്പ് മറിച്ച് എനർജിയുടെ നിയന്ത്രണത്തിലാണ്. ആർക്കിടൈപ്പ് നമ്മുടെ എനർജിയെ മാറ്റുന്നതുകൊണ്ടാണ് ആർക്കിടൈപ്പ് മാറ്റുന്നത്. അതെപ്പോഴും ഓർത്തോണം. എനർജി ഫ്രീക്വൻസിയാണ് മാറുന്നത്. എനർജി ഫ്രീക്വൻസിയാണ് നിങ്ങളുടെ ബ്രെയിൻ കെമിക്കൽസിനെ മാറ്റുന്നത്. നല്ല എനർജി 5 സെൻസി കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല കെമിക്കൽ ഉണ്ടായി. ചീത്ത എനർജിയാണ് 5 സെൻസി കൂടെ കിട്ടിയോണ്ടാണ് പട്ടിയുടെ ആർക്കിടൈപ്പ് നെഗറ്റീവായിട്ട് സ്റ്റോർ ആയത്. മറ്റേ വീട്ടിൽ പട്ടി സ്നേഹിക്കുന്ന പട്ടിയുള്ള ഒരാൾക്ക് ആർക്കിടൈപ്പ് പോസിറ്റീവാണ് പട്ടിയുടെ. കാരണം അയാൾക്ക് എനർജി കിട്ടിയിരിക്കുന്നത് എന്താ? 5 സെൻസി കൂടെ. അപ്പൊ കെമിക്കൽ മാറി ഏത് നല്ല കെമിക്കൽസ്, ന്യൂറോ കെമിക്കൽ കോമ്പിനേഷൻ കിട്ടി. അതുകൊണ്ട് ബിഹേവിയർ മാറുന്നു, ചിന്തകൾ മാറുന്നു, ബിഹേവിയർ മാറുന്നു. ഈ പാറ്റേൺ പഠിക്കണം, ഈ പാറ്റേൺ മനസ്സിലാക്കണം, ഈ പാറ്റേൺ പ്രാവർത്തികമാക്കണം. അപ്പോൾ വിജയിക്കും. അപ്പം അതിനാണ് ഉപാസനയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അവിടെയാണ് ഈ ആർക്കിടൈപ്പ് പോസിറ്റീവ് ആക്കാനാണ് ജപിക്കാൻ പറയുന്നത്. എപ്പോഴും 5 സെൻസി എന്നുള്ള ആർക്കിടൈപ്പ് പോസിറ്റീവ് ആക്കി കിട്ടാൻ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ജപം. ജപിച്ച് എനർജിയെ ഫ്രീക്വൻസി ഒരു ഘട്ടം കഴിഞ്ഞാൽ ഈ ആർക്കിടൈപ്പിനെ വിടും. പിന്നെ ആർക്കിടൈപ്പ് വേണ്ട, ഡയറക്റ്റ് എനർജി ആയിട്ടാണ് ഡീലിങ്സ്. ആർക്കിടൈപ്പിലൂടെ എനർജിയെ മാറ്റുമ്പോഴാണല്ലേ കെമിക്കൽ മാറുന്നത്. ശ്രദ്ധിക്കുന്നില്ല ഞാൻ പറയുന്നത്. കഴുത്താണ്. അപ്പം ആ ആർക്കിടൈപ്പ് മാറ്റുമ്പോഴാണ് ബ്രെയിൻ കെമിക്കൽ മാറുന്നത്. അപ്പോഴാണ് എനർജി മാറുന്നത്. ഒരു ഘട്ടം കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എനർജിയുടെ ലോകത്ത് ഡീൽ ചെയ്യാൻ പറ്റും. എപ്പോഴും നമ്മൾ ഓർത്തോണം, എനർജിയാണ് നമ്മുടെ കെമിക്കൽ മാറ്റുന്നതും എല്ലാം. പക്ഷെ സാധാരണ ആളുകൾക്ക് ആർക്കിടൈപ്പ് വഴി എനർജിയെ ക്യാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒരു ഘട്ടം കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ ജപിച്ചാൽ മതി, നമ്മളിലേക്ക് എനർജി ഇങ്ങനെ വരും, നമ്മുടെ ബ്രെയിൻ കെമിക്കൽ മാറും. അവിടെ വരെ എത്തിക്കണം. ആദ്യം നമുക്ക് അമ്പലം വേണം, അല്ലെങ്കിൽ ദേവിയുടെ രൂപം വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ. ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ പക്ക എനർജിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. എനർജി വേൾഡാണ്. ആ വിചാരം ചെയ്യുന്നവരൊക്കെ ഡയറക്റ്റ് എനർജി സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ എനർജി നമ്മളൊന്നും അറിഞ്ഞില്ലെങ്കിലും നമ്മളുടെ ദുരിതങ്ങൾ വരാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ എനർജി മാറിയിട്ട് നമ്മുടെ ചിന്തകൾ മാറുകയും ഒക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത് അവിടെ. അതുകൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ടുകളോ അസുഖങ്ങളോ ദുരിതങ്ങളൊക്കെ വരുന്നത്. അവിടെ എനർജിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്.
അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ദേവി എനർജിയാണ്. അവിടെ ഇവിടെ നമുക്ക് രൂപമാണ്, അമ്മയാണ്, എല്ലാമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അതേ രീതിയിൽ തന്നെ ആ ഒരു ഫോർമാറ്റിൽ തന്നെ നമ്മൾ എനർജി ആയിട്ടായിരിക്കും പിന്നെ ദേവിയെ പ്രാക്ടീസ് ചെയ്യുന്നത്, എക്സ്പീരിയൻസ് ചെയ്യുന്നതും ഇത് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ പ്രാണമയ കോശത്തിലേക്ക് ഉണർന്നു. അപ്പോൾ നമുക്ക് ലോകം മാറി, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറി, നമ്മളുടെ വ്യക്തിത്വം മാറി, എല്ലാം മാറി. കാരണം നമ്മൾ ജീവിക്കുന്നത് പിന്നെ എനർജി വേൾഡിലാണ്, പ്രാണമയ കോശത്തിലാണ്. അവിടെ നെഗറ്റീവ് എനർജികളും പോസിറ്റീവ് എനർജികളും ഉണ്ട്. അവിടെ നമുക്കപ്പം എനർജി അറിയാവുന്നതുകൊണ്ട് തന്നെ നെഗറ്റീവ് എനർജികൾ എടുക്കത്തില്ല, പോസിറ്റീവ് എനർജി മാത്രം എടുത്ത് മുന്നോട്ട് പോകും. അപ്പോൾ മെറ്റീരിയൽ ലൈഫ് ഭയങ്കര എളുപ്പമാവും. കമ്മ്യൂണിക്കേഷൻ ലെവലൊക്കെ ഭയങ്കര ഈസിയാണ്. ഒരാളുടെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ 1 മണിക്കൂറൊന്നും ആവശ്യമില്ല. പിന്നെ എനർജി ലെവൽ കമ്മ്യൂണിക്കേഷൻ 10 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് മറ്റൊരാൾ സംസാരിക്കുന്ന കാര്യം നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ എനർജിയുടെ കേസ് പറഞ്ഞപ്പോൾ ഈ ഗുരുവായൂർ വിഘ്നേശ്വരൻ്റെ അമ്പലത്തിൽ ഒരു തിരുമേനിയുണ്ട്. ഈ തിരുമേനിയുടെ മകള് മരിച്ച് റീസെൻ്റ്ലി 1 വർഷം മുമ്പ് മകള് മരിച്ചു ആക്സിഡൻറ്റിൽ. ഇദ്ദേഹം അവിടെ വന്നിട്ട് ഒരു കണ്ണിൽ നിന്ന് ഇതുപോലില്ല, കണ്ണീര് പോലും ഇല്ലാണ്ട് ഇയാള് ഇവരുടെ ക്രിമേഷന് വേണ്ടി ആക്റ്റീവായിട്ട് പ്രവർത്തിക്കും. ഞാൻ അത്ഭുതപ്പെട്ടു. സ്വന്തം മോളുടെ ക്രിമേഷന് ഇങ്ങനെ ആക്റ്റീവായിട്ട് കരയാതെ വന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് പവറായിരിക്കും ആ തിരുമേനിക്ക്. നമുക്ക് പറ്റുമോ? നമ്മൾ പൊട്ടി കരഞ്ഞ് നാശാവില്ല. ഇത് അദ്ദേഹം സ്വന്തം മനസ്സിലായി ഞാൻ ഭയങ്കര. അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളി ആ വിഗ്രഹത്തിനെ പൂജിച്ച് അത്രക്ക് ലെവലായി. അത് 80 വയസ്സുള്ള ആളാട്ടോ, 80-86 വയസ്സുള്ള ഒരാളാണ്. അതൊക്കെ ഈ ലെവലാണ് അല്ലേ? ആ ഫ്രീക്വൻസി അവിടെയാണ് ഒരാളുടെ പവർ ഇരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ പവർ അതാണ്. അതിൽ നിൽക്കുന്ന എനർജി ലെവലിലാണ് അദ്ദേഹം നിൽക്കുന്നത്. സാധാരണ ലെവലിൽ നിൽക്കുന്നവർക്ക് പുള്ളിയെ പെടുത്താൻ എല്ലാ രീതിയിലും നോക്കിയിട്ടും പറ്റാതെ വരുന്നത് പുള്ളി എനർജി ലെവലിൽ നിൽക്കുന്നുണ്ടാണ്. പുള്ളിയുടെ ഒരു വാക്ക് ദേശവാസി എന്നുള്ള കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എനർജി ലെവലിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അതുകൊണ്ട് ട്രംപിന്റെ വിരട്ടൊന്നും ഏശയില്ല. പുള്ളി എനർജി ലെവലിൽ നിൽക്കുക, ഫിസിക്കൽ ലെവലിലും മെന്റൽ ലെവലിലും അല്ല. അല്ല, അവർക്ക് എനർജി കിട്ടും. പുള്ളി എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ എനർജി അവർക്ക് കിട്ടും. അപ്പൊ അവര് തന്നെ ശത്രുക്കൾ പോലും അങ്ങ് മാറുവാണ്. അതാണ് ശരിക്കും എനർജി ലെവലിൽ. ഗീതയാണ് അപ്ലൈ ചെയ്യുന്നത്, ഭഗവത്ഗീതയാണ് അപ്ലൈ ചെയ്യുന്നത് ലൈഫിൽ. അതുകൊണ്ടാണ് അപ്പൊ ഭഗവത്ഗീത എന്നും വായിക്കാൻ പറഞ്ഞതിന്റെ കാര്യം അതാണ്. മനസ്സിലായോ? ഈ ഫ്രീക്വൻസി കിട്ടണം, അതാണ് വളർച്ച. അങ്ങനെ ഒരു വളർച്ചയിൽ എനിക്ക് എത്തണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ആഗ്രഹം ഉണ്ടാക്കിയെടുക്കാനാണ് 5 സെൻസറി എക്സ്പീരിയൻസിലൂടെ ആർക്കിടൈപ്പ് മാറ്റി ദേവിയുടെ ആർക്കിടൈപ്പ് കയറ്റിയാൽ നമുക്ക് എപ്പോഴും ഈ ആഗ്രഹം ഉണ്ടാകും. ഇച്ഛാശക്തി ആയിട്ട് ദേവി പ്രവർത്തിക്കുക, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിയായിട്ട് ശക്തി പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പം നമ്മുടെ മൈൻഡെല്ലാം, അപ്പം ഇതിനകത്ത് എവിടെ മൈൻഡ്? അങ്ങനൊന്നുമില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? അത് ഈ പാശ്ചാത്യ മൈൻഡ് എന്ന് പറഞ്ഞ സാധനം അല്ല അവിടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ മനസ്സിലായോ? ഇതിനകത്ത് എവിടെ മൈൻഡ്? നമ്മൾ പറയുന്നത് സോക്കോൾഡ് മൈൻഡ് എവിടെയാണ്? എനിക്കറിയത്തില്ല. അറിയില്ല. ശരിക്കും നമ്മളുടെ മൈൻഡ് എന്ന് പറഞ്ഞൊരു സാധനമല്ല. നമ്മൾ ഈ പറഞ്ഞ പഞ്ചകോശങ്ങളിലുള്ള വൈബ്രേഷൻസ് നമ്മളെ വഴിതെറ്റിച്ച് നശിപ്പിക്കുന്നതിന് പകരം ആ നല്ല വൈബ്രേഷൻസിനെ കൊണ്ടുവന്ന് നമ്മളെ ബെറ്ററാക്കി എടുത്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മൈൻഡ് നമ്മുടെ കൺട്രോളിൽ വരും. നമ്മുടെ മൈൻഡ് എന്ന് പറയുന്ന സാധനം നമ്മുടെ കൺട്രോളിൽ വരും. മൈൻഡ് എന്ന സാധനത്തിനെ കൺട്രോൾ ചെയ്യാനില്ല അവിടെ അങ്ങനെ സാധനം. ഇതൊക്കെയാണ് ഉള്ളത്. ഇതിനെല്ലാം കൂടെ വേണമെങ്കിൽ മൈൻഡിന്ന് വിളിച്ചോണം, അത്രേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ ഈ പാശ്ചാത്യ മൈൻഡ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമുക്ക് ഇത് മനസ്സിലാവാതെ പോകും. ഇതൊക്കെയാണുള്ളത്. ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ആർക്കിടൈപ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അതിലൂടെ നിങ്ങളുടെ ഇമോഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അതെങ്ങനെ നിങ്ങളുടെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നു, ആ ബിഹേവിയർ എങ്ങനെ നിങ്ങളുടെ ഡെസ്റ്റിനെ സ്വാധീനിക്കുന്നു, ഇതാണ് മൈൻഡ്. അപ്പൊ ഇത് എത്ര കണ്ട് ഇത് നമ്മുടെ ഒബ്സർവേഷനാണ്, നമ്മുടെ പഠനങ്ങളാണ്, നാം കുറെ വർഷത്തെ ഈ പറയുന്നത്. പിന്നെ ഇതിനൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ഉണ്ട്.
പറയാൻ റിസർച്ച് പേപ്പറുകളുണ്ട്. നമ്മുടെ ജേർണൽസ് നമ്മൾ 3 ജേർണലിൽ പബ്ലിഷ് ചെയ്തെന്ന് പറഞ്ഞു. മൈൻഡിനെ കുറിച്ച് അതാ പറഞ്ഞ ഭാരതത്തിൽ അത്ര ആഴത്തിൽ ലോകത്തെങ്ങും പഠിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനം ധർമ്മമാർഗത്തിൽ ജീവിക്കാന്നുള്ളതാണ്. ധർമ്മം ആണ് ഭാരതത്തിലെ പ്രധാനപ്പെട്ട മനസ്സിനെ നിയന്ത്രിക്കാനുള്ള വഴി. ധർമ്മം അല്ലാത്തൊന്നും ഞാൻ ചെയ്യത്തില്ല. യുധിഷ്ഠിരന്റെ ഒക്കെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, കഥ പറഞ്ഞ ഓർമ്മയില്ല. ഈ ഗീത പറഞ്ഞു കൊടുത്താലും കേട്ടാലും മരിച്ചു പോയെങ്കിലും അവസാനം വരെ ഒട്ടിലോടെ സ്വർഗത്തിലെത്തിയത് ധർമ്മം പാലിച്ച ധർമ്മപുത്രരാണ്. യുധിഷ്ഠിരനാണ് മഹാഭാരതത്തിലെ ഹീറോ എന്ന് പറയുന്നത്. അല്ല വലിയ യോദ്ധാവൊന്നുമല്ല, പക്ഷേ ഒട്ടിലോടെ സ്വർഗത്തിൽ പോകുന്ന സക്സസ്ഫുൾ ആയത് ധർമ്മപുത്രരാണ്. ഈ ധർമ്മത്തിനകത്ത് എല്ലാവരും പെടും. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് മറ്റുള്ളവർക്കും സുഖമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാവും, ക്ഷേമകരമായിട്ടുള്ള ഐശ്വര്യകരമായിട്ടുള്ളത്. എൻ്റെ സുഖം മാത്രം നോക്കി ചെയ്യുന്ന അധർമ്മമാണ്. എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന എല്ലാവർക്കും ക്ഷേമകരമായ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ധർമ്മം. പ്രായോഗികമായിട്ട് ഈ ധർമ്മം പരിപാലിക്കപ്പെടുന്നു. അപ്പോൾ ഐശ്വര്യം ഉണ്ടാകും. എപ്പോഴും ധർമ്മം നോക്കി ജീവിച്ചു ഒരു കുഴപ്പവും വരികയില്ല. പലതും ഇപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും ധർമ്മം പാലിക്കുമ്പോൾ. അവിടെ ഈഡിൻ്റെ കാര്യം പറഞ്ഞു, ഫ്രോയിഡ് പറഞ്ഞ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടത്തില്ല പലപ്പോഴും ധർമ്മത്തിന്. പക്ഷെ പിന്നീട് ലൈഫ് ബെറ്റർ ആയി വരും. നല്ല രീതിയിൽ മരിക്കാൻ പറ്റും, നല്ല രീതിയിൽ ജീവിച്ച് മരിക്കാൻ പറ്റും ധർമ്മം പാലിച്ച്. ധർമ്മമല്ലാത്തൊന്നും വേണ്ടാന്ന് പറയാൻ പറ്റണം എനിക്ക്. അത് ധർമ്മമല്ല, അതുകൊണ്ട് വേണ്ട. അതങ്ങനെ വേണ്ടാന്ന് വെക്കുന്നതിന് അത്ര സുഖമുള്ള ഒരു പ്രോസസ്സ് വേറെയില്ല. കാരണം ശുദ്ധമായിരിക്കുക എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥത്തിന് എന്താ? ശുദ്ധമായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കുളിക്ക് നീറ്റായിട്ടിരിക്കുക എന്നാണോ? അശുദ്ധി ബാധിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പീസായിട്ടിരിക്കുക എന്നുള്ളതല്ല. അശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ ആത്മാവിനെ കറപ്റ്റഡ് ആക്കുന്നതാണ് അശുദ്ധി. തെറ്റുകള്, അധർമ്മം. അധർമ്മമാണ് തെറ്റ്, അധർമ്മമാണ് അശുദ്ധി. ധർമ്മം ശുദ്ധിയും അധർമ്മം അശുദ്ധിയുമാണ്. ഞാൻ ഭയങ്കര കുളിച്ചൊക്കെ നീറ്റായിട്ടിരിക്കുന്നു, പക്ഷെ എന്റെ പ്രവൃത്തി നിങ്ങൾക്ക് ദുഃഖമാണ് ഉണ്ടാക്കുന്നെങ്കിൽ അത് ശുദ്ധമാണോ അശുദ്ധമാണോ? അശുദ്ധിയാണ്. എന്നാൽ ഞാൻ ചിലപ്പോൾ കുളിച്ചു പോലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് വളരെ ഗുണകരമായ കാര്യമാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ഞാൻ ശുദ്ധനാണ്. ഈ ശുദ്ധാശുദ്ധങ്ങളുടെ ഭേദങ്ങൾ ശരിക്കും ധർമ്മം ശാസ്ത്രപ്രകാരം മനസ്സിലാക്കണം. മേളില് ബാധ ഒഴിപ്പിക്കുന്ന സമയത്ത് പൂജ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില സ്ത്രീകൾ മെൻസസ്സാണ്. അവിടെ ഞാൻ പറഞ്ഞു അശുദ്ധിയായി, അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളുടെ ഇത് ഒഴിപ്പിച്ച് ദുരിതം ദുഃഖം മാറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അത് അശുദ്ധിയല്ലേ? അതല്ലേ അശുദ്ധി? അതോ മറ്റതാണ് അല്ലേ? അശുദ്ധി പുറത്തേക്ക് പോയി അല്ല, ശുദ്ധമായി. ഇപ്പം അത് ഈ ബാധകൾ ഉണ്ടാക്കും, പൂജ മുടക്കാനൊക്കെ. അപ്പം നമ്മുടെ അവിടെ അശുദ്ധി എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും വലിയ അശുദ്ധി നമ്മുടെ മനസ്സിനുള്ള കളങ്കമാണ്. അധർമ്മം ആണ് അശുദ്ധി. അത് എപ്പോഴും മനസ്സിലാക്കണം. ധർമ്മം മാത്രം പ്രവർത്തിച്ച് മുന്നോട്ട് പോക്കോ, ഒരു കുഴപ്പമില്ല. ആ അധർമ്മങ്ങൾ നമ്മൾ അറിയുന്നത് എങ്ങനെയെന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ആ സമയത്ത് ആണ് അറിയുന്നത്. ധർമ്മം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ചോദ്യം. ധർമ്മം നമ്മൾ നേരത്തെ എഴുതി വെക്കപ്പെട്ടാൽ നമ്മളൊരു നന്മബോധം നമ്മുടെ മനസ്സിലുണ്ടാക്കി, ധർമ്മബോധം മനസ്സിലുണ്ടായി. ധർമ്മബോധമാണ് അത്. അതായത് ഇപ്പോൾ ഒരാളെ ആശുപത്രി കൊണ്ടുപോകാം ഹാർട്ട് അറ്റാക്കുമായിട്ട്. അപ്പോൾ ഒരു ട്രാഫിക് ഐലൻഡിൽ വന്ന് റെഡ് വീണ് കിടക്കുക. അപ്പം നമ്മളവിടെ വണ്ടിയൊന്നുമില്ല. അവിടെ നമുക്ക് പോകുന്നത് ധർമ്മമാണോ അധർമ്മമാണോ? നോർമലി സത്യത്തിൽ എന്ത് പറയും ആൾക്കാർ? നിയമത്തിൻ്റെ മുന്നിൽ അധർമ്മമാണ്.
പക്ഷെ അവിടെ നമ്മൾ നമ്മൾ ചെയ്യുന്നത് ധർമ്മമാണ്. അപ്പൊ ഇപ്പൊ അന്നേരം നമുക്ക് കാണുന്നതാണ്, അന്നേരം നമ്മൾക്ക് ആ സാഹചര്യത്തിൽ നന്മയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്നതാണ് ആ പ്രവർത്തിക്കുന്ന ധർമ്മത്തോടു കൂടി മറ്റുള്ളവർക്ക് ക്ഷേമകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് ധർമ്മം. നേരത്തെ മുൻകൂട്ടി എഴുതി വെക്കപ്പെട്ട ധർമ്മ അധർമ്മങ്ങളില്ല. നേരത്തെ മുൻകൂട്ടി എഴുതി വെക്കപ്പെട്ട ധർമ്മം മനസ്സിൽ കിടക്കുമ്പോൾ ഈ സമയത്ത് ഈ കൺഫ്യൂഷൻ വരും ചിലപ്പോൾ. ഞാൻ ചെയ്യുന്ന ധർമ്മമാണോ അധർമ്മമാണോ, അപ്പോൾ അത് പാലിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് നമ്മൾ സാത്വികമായ മാനസികാവസ്ഥ ഉയർന്നു നിൽക്കുമ്പോൾ, ധ്യാനാവസ്ഥ ഉയർന്നു നിൽക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് ധർമ്മം പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ അവിടെ ധർമ്മം ശരിയായി പ്രവർത്തിക്കുന്ന എനർജി, പോസിറ്റീവ് എനർജി ഉണ്ടാവണം. നെഗറ്റീവ് എനർജി ഉള്ളതിന് അധർമ്മമല്ലേ പ്രവർത്തിക്കുള്ളൂ. പോസിറ്റീവ് എനർജി ഉണ്ടാവണമെങ്കിൽ പോസിറ്റീവ് ഫ്രീക്വൻസി വേണം. അപ്പോൾ പോസിറ്റീവ് ആർക്കിടൈപ്പ് വേണം. അപ്പോൾ ദേവിയുടെ ആർക്കിടൈപ്പ് വേണം. അപ്പോൾ ദേവിയുടെ ആർക്കിടൈപ്പ് കൊണ്ട് എനർജി പോസിറ്റീവ് ആക്കി ഹയർ ഫ്രീക്വൻസി നിർത്തിയെങ്കിൽ മാത്രമേ ഒരാൾക്ക് ധർമ്മം പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അയാൾ അധർമ്മിയായിരിക്കും. നല്ലതാണെന്ന് വെച്ച് ചെയ്യുന്ന പോലും മറ്റുള്ളവർക്ക് ദുരിതമായിരിക്കും. കാരണം ബോധമില്ലാതെ പ്രവർത്തിക്കുന്നു. നല്ലതാണെന്ന് വെച്ച് ചെയ്യുന്ന പോലും മറ്റുള്ളവർക്ക് ദുരിതമാവും. അവർക്ക് എപ്പോഴും അടി കിട്ടിക്കൊണ്ടിരിക്കും. എന്തോ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റത്തില്ല, ക്ലാരിറ്റി ഇല്ല. കാരണം നല്ലതെന്ന് വെച്ച് ചെയ്തപ്പം കുഴപ്പമായി. അപ്പം പിന്നെ നല്ലത് ചെയ്യോ ചീത്ത ചെയ്യോ? നല്ലതെന്ന് പ്രതീക്ഷിച്ചൊരു കാര്യം ചെയ്തപ്പോൾ അത് കുഴപ്പമായി. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഇത് നല്ലതായിട്ട് ചെയ്യണോ ചീത്തയായിട്ട് ചെയ്യണോ? എങ്ങനെ? അത് കുഴപ്പമായല്ലോ. അപ്പൊ പിന്നെ അത് ശരിക്കും ചീത്തയായി. അപ്പൊ ശരിക്കും വേണ്ടത് മറ്റേതാണ്. ഇങ്ങനൊക്കെയാ വരുന്നേ. അപ്പൊ എന്ത് ചെയ്യും? അവിടെ ഈ ഫ്രീക്വൻസി ഹയർ ലെവലിൽ നിൽക്കുമ്പോൾ ഉള്ള ബോധം കൊണ്ട് മാത്രമേ ആ പ്രസന്റില് ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ഇൻവെസ്റ്റ്മെന്റ് ആയാലും മണി ഇൻവെസ്റ്റ് ചെയ്യുന്നിടത്തായാലും ഒക്കെ ഈ പണി കിട്ടാറുണ്ടല്ലോ ഷെയർ മാർക്കറ്റിലൊക്കെ, അല്ലേ? ഉയർന്ന ലെവലിൽ ഫ്രീക്വൻസി ബോധം വർദ്ധിപ്പിക്കണം. ബോധം വർദ്ധിപ്പിക്കണമെങ്കിൽ ഈശ്വര ഉപാസന വേണം, സാത്വികത വേണം. അധർമ്മമായ രീതിയിലുള്ള ആചാരങ്ങളോ അധർമ്മമായ രീതിയിലുള്ള പ്രവർത്തികളോ ചെയ്യുന്ന ഒരാൾക്ക്, താമസികമായിട്ടുള്ള ആചാരങ്ങളോ പ്രവർത്തികളോ ചെയ്യുന്ന ഒരാൾക്ക് ധർമ്മബോധം വരുമോ? അപ്പോൾ സാത്വികമായ രീതിയിൽ ഈശ്വരോപാസന ചെയ്യുന്നവർക്ക് മാത്രമേ ഉയർന്ന ഫ്രീക്വൻസിയും പോസിറ്റീവ് ബ്രെയിൻ കെമിക്കൽ ചേഞ്ചസും ഉണ്ടാവും. അപ്പോഴേ നമുക്ക് ധർമ്മം പാലിക്കാൻ, നന്മയും ധർമ്മവും ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോഴേ നമുക്ക് വിജയിക്കാനും ലോങ് ലൈഫിലുള്ള സക്സസ് ഉണ്ടാക്കാനും പറ്റത്തുള്ളൂ. അല്ലാത്ത ആളുകൾ ടെമ്പററി സക്സസ് മാത്രം ഉണ്ടാക്കും, മോട്ടിച്ചോ പിടിച്ചോ കുറച്ചോക്കെ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈശ്വര ഉപാസന ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ബോധം 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 എന്ന് പറയുമ്പോൾ എന്താണ്? പ്രസന്റിൽ നിൽക്കുക, ഇന്ദ്രിയങ്ങളും ശരീരവും, ശരീരം. അപ്പോൾ ഈ ശരീരം, മനസ്സും ചിന്തകളും എല്ലാം ഒരേ റൂട്ടിൽ വരിക, ഒരേ റൂട്ടിൽ വരിക, ഒരേ റൂട്ടിൽ വരിക. ഒരേ റൂട്ടിൽ ഒരേ സെൻസറി എക്സ്പീരിയൻസും കാര്യങ്ങളും. ഇപ്പോൾ എൻ്റെ കൈകൾ, ഹാൻഡ് ജെസ്റ്റേഴ്സും എൻ്റെ നോട്ടം, എൻ്റെ ഭാവവും എല്ലാം ഒരേ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. എൻ്റെ കൈ ഇങ്ങനെയല്ല സംസാരിക്കുന്നത്, ആണോ? അല്ല. ആണോ? അല്ല. ഇടയ്ക്ക് ഞാനിങ്ങനെ പിന്നെ കേട്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നു. അപ്പോൾ അത് കുറവ് പ്രാക്ടീസ് ചെയ്യണം. അത് മാത്രം. ആ ഒരു പെർഫോമൻസ് ചെയ്യുമ്പോൾ ആ പെർഫോമൻസ് മാത്രമേ ഉണ്ടാവും. പെർഫോം ചെയ്യുന്ന ആളും കേൾക്കുന്ന ആളും പെർഫോമൻസ് ഒന്നായിത്തീരുന്ന അവസ്ഥ. അതാണ് ഏറ്റവും ഉയർന്ന ബോധ നിലവാരം. അങ്ങനെ ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിലേക്ക് പൂർണ്ണമായ ശ്രദ്ധയും ബോധവും കൊണ്ടുവന്ന് പ്രാക്ടീസ് ചെയ്താൽ ആ സംഭവം സൂപ്പറാവും. സോ നമുക്ക് റെക്കഗ്നിഷൻ കിട്ടും, ജീവിതത്തിൽ വിജയം ഉണ്ടാവും, റിസൾട്ട് ഉണ്ടാവും. അത് പ്രാക്ടീസ് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാം ശരിയാവും. ഇതിനെല്ലാം നമുക്ക് ഉപാസന ഉണ്ടെങ്കിൽ ഈ ക്ലാരിറ്റി, ഈ ബോധം ഉണ്ടാവും. അപ്പോൾ തന്നെ എല്ലാം ശരിയായി വരും. ഉപാസന മുടങ്ങാതെ. ഉപാസന ചെയ്യുമ്പോൾ ആദ്യം മാത്രമേ ഇതായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആള്